നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാറുണ്ട്. ഇത് നടക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലായ്മയാണ്. തട്ടിപ്പിനിരയായ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. ഈ തട്ടിപ്പിനെക്കുറിച്ച് അറിയാവുന്ന മറ്റവരും ഇങ്ങനെയൊരു തട്ടിപ്പുണ്ടെന്നൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കൂടിയായ സുബിനാണ്. സുബിൻ തൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഇതുപോലെ ധാരാളം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. അത്തരം ചില തട്ടിപ്പുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അന്തർധാരയിൽ സംസാരിക്കുന്നത്. സുബിന് അന്തർധാരയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളുടെ ടോപ്പിക്കുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും വളരെ ഒരു ഭീകരമായ അവസ്ഥയിൽ ഒരാളെ കൊണ്ട് എത്തിച്ചതുമായിട്ടുള്ള ഒരു തട്ടിപ്പ് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിലുള്ള ഒരു തട്ടിപ്പാണ്. അപ്പോൾ അതൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? ഈ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്തുള്ള പെരുമ്പാവൂര് അവിടെ ഒരുപാട് ഫർണിച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. പ്ലൈവുഡ് ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നുന്നത്. അവിടെ നടന്നൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലായിട്ട് ഭയങ്കര വോളിയത്തിലുള്ള ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. GST അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് എൻഡിലുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ഒരു ബില്ലിംഗ് സൈഡ് ഉണ്ടല്ലോ, ബില്ലിംഗ് സൈഡ് കുറച്ച് ഒരു അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ്, അതായത് പർച്ചേസ് സൈഡിലായാലും ഈവൻ സെയിൽസ് സൈഡിലായാലും കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡിഫറൻസ് എമൗണ്ട് വരുന്നത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 20 lakhs ആണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ബൈ എമൗണ്ട് എന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യണത് ചിലപ്പോൾ 10 ലക്ഷത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽ 20 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ ഇവർ റെക്കോർഡ് ചെയ്യുക ചിലപ്പോൾ 10 lakhs ആയിരിക്കും. പക്ഷേ ഒറിജിനലി ഈ പൈസ ഇവർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിഫറൻസ് എമൗണ്ടുകൾ ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് എമൗണ്ടുകൾ പലപ്പോഴും പല അക്കൗണ്ടുകളിൽ കൂടിയൊക്കെ ആയിരിക്കും ചാനലൈസ് ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ എവിടെയാണോ ഇത് എത്തേണ്ടത് അവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പലരും ഇതുപോലെയുള്ള പല വലിയ മുതലാളിമാരൊക്കെ ഇത് ചെയ്യണത് ഇവരുടെ എംപ്ലോയീസ്, ഡ്രൈവറോ അല്ലാതെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരു ലോ പ്രൊഫൈലിലുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, ട്യൂൺസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആളുകളെ കൊണ്ടാണ് ഇത് ശരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പ്രതിഫലമായിട്ട് ചിലപ്പോൾ കൊടുക്കുന്നത് മാസം ഒരു 10,000 രൂപയോ ഒക്കെ ആയിരിക്കാം ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പേരിൽ ഇപ്പോൾ എംപ്ലോയിയുടെ പേരിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ പേരിലോ ഇവരൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ATM കാർഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ തന്നെയായിരിക്കും കൈവശം വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഡിഫറൻസ് എമൗണ്ട് വരുന്നത് 20 ലക്ഷം രൂപ ആക്ച്വലി ട്രാൻസാക്ഷൻ നടത്തുന്ന 20 ലക്ഷം രൂപയ്ക്കാണ്, 10 ലക്ഷം രൂപയാണ് ബില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 10 ലക്ഷം രൂപ ക്യാഷ് എലമെൻ്റ് ആണല്ലോ, അതായത് ഇവർ നേരെ ക്യാഷായിട്ട് ഒന്നുകിൽ ഇവരുടെ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ഉള്ള അക്കൗണ്ടുകളൊക്കെ ആയിരിക്കാം. അതായത് സെല്ലർ അല്ലെങ്കിൽ ബയ്യറൊക്കെ അപ്പുറത്തെ സൈഡിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ജയ്പൂരിൽ നിന്ന് രാജസ്ഥാനിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ CDM ഒക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ ഇവർ ക്യാഷായിട്ട് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ATM ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ഇവർ ഒന്നില്ലെങ്കിൽ ചെക്ക് എഴുതിയെടുക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ATM വഴി ഈ പൈസ കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യും. അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ആളുകൾ, അതായത് ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറീസ് പാർട്ട് ഉണ്ടല്ലോ, ഇവർ ഈ പിക്ചറിലേ ഇല്ല. അതായത് ക്യാഷ് വരുന്നു ക്യാഷ് പോകുന്നു എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ഈ ഒരു എംപ്ലോയി ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ലോവർ പ്രൊഫൈലിൽ ഇപ്പോൾ ഡ്രൈവറിൻ്റെയോ പ്യൂണിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻറ്റിൻ്റെയോ ഒക്കെ അക്കൗണ്ടുകളിൽ നടക്കുന്ന ക്യാഷ് വരുന്നു ക്യാഷ് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. താങ്കളുടെ ഓഫീസിൽ വന്ന നേരിട്ടുണ്ട ഒരു കഥയല്ലേ ഇത്? അത് തന്നെ. അതായത് ഇപ്പോൾ നമ്മളുടെ ഓഫീസിൽ ഇദ്ദേഹം വരുന്നത്, ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടാണ് ഇദ്ദേഹം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പാവത്തിന് ഇത് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല. ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 കോടി രൂപ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് വരുന്നത്. അപ്പോൾ കുറേ നേരം കയ്യിലൊക്കെ വെച്ചിട്ടിരുന്നിട്ട് അവസാനം ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നോർമലി ഇതുപോലെ ഒരുപാട് നോട്ടീസുകൾ ആളുകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് 4.5 കോടി രൂപ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്കും അപ്പിയറൻസും ഒക്കെ കണ്ടപ്പോൾ ഇതിനുള്ള ഒരു സ്റ്റാമിനുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇത് എന്താ സംഭവം, 4.5 കോടി നിങ്ങൾക്ക് എവിടെ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത്? അപ്പോഴാണ് ഈ ബാക്ക് എൻഡ് സ്റ്റോറി പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇതിൽ ഇനി അപ്പുറത്തെ സൈഡിൽ എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വിഡ്രോ ചെയ്ത് നേരെ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് ഒരു ഇൻകം ടാക്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്താ, അതായത് ഇത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോട്ടീസബിൾ ആണ്. ഒരു 10 lakhs ഒക്കെയാണ് ഇതിന് ലിമിറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ 10 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ചോദ്യം ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്, ഇത് എവിടെ നിന്നാണ്, ഇത് എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ള കഥ.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ 4.5 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്കിലും പറയാൻ പറ്റുക എന്താ പറയാ. അല്ല, ഇത് ഈ പറയുന്ന നമുക്ക് മുതലാളിക്ക് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്ത പൈസയാണെന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ആൻസർ ആയിരിക്കുമോ? ആൻസർ തന്നെയാണ്. ഇത് നമ്മൾ ആ കേസിൽ അത് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ പറയാനായിട്ട്. അല്ല, അതൊരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? ലീഗലി വാലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫൂട്ടിലേക്ക് പതുക്കെ മുതലാളി വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ക്യാഷ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ അതായത് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ മുതലാളി സിമ്പിളായിട്ട് ഡിനേ ചെയ്യണമെന്ന് പറയും. ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൂഫും ഇല്ല അതിൽ. അപ്പോൾ അതാണ് അവിടെ. പക്ഷെ അത് അത്രയ്ക്ക് സിമ്പിളാണോ കാര്യങ്ങൾ? കാരണം ഇപ്പം നമ്മളൊരാൾക്കെതിരെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പം 4.5 കോടി രൂപ ഒരാളുടെ അക്കൗണ്ടിൽ വന്നു, അയാൾ പറയുന്നു ഇത് എനിക്കറിയാവുന്ന കാര്യമല്ല, എൻ്റെ മുതലാളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുത്തൊരു കാര്യമാണ്. അപ്പം മുതലാളി ഇത് പുള്ളിക്ക് ഇത് അറിയത്തില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഈ അക്കൗണ്ട് ഓണർ ഈ പറയുന്ന ഈ ഡ്രൈവർ ആയതുകൊണ്ട് അത് മുഴുവൻ പുള്ളിയുടെ തലയിലാവേണ്ട ഒരു സാധ്യത ഒരു കാര്യമുണ്ടോ? കാരണം ഇതിനകത്തൊരു ഗൂഢാലോചനയുടെ എലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ നമ്മുടെ സിസ്റ്റത്തിന് അത് അന്വേഷിക്കാൻ ഒരു ബാധ്യതയില്ലേ? കാരണം ഇപ്പോൾ ഈ പറയുന്ന ഡ്രൈവർ എന്ന് പറയുന്നയാൾക്ക് 4.5 കോടി രൂപ കൈകാര്യം ചെയ്യേണ്ട യാതൊരുവിധ ഒരു സാധ്യതയും ഇല്ല എന്ന് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ഒരു സിസ്റ്റം അതിനൊരു ലെവലിലേക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതായത് ഒരു മിക്കവാറും ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ലോയില്. അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ടാണ്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അവിടെ വരുന്ന ഓരോ പെന്നി അല്ലെങ്കിൽ ഓരോ പൈസയ്ക്കും അയാൾ തന്നെയാണ് ആൻസറബിൾ എന്നുള്ള ഒരു സിമ്പിൾ ലോജിക്ക്. അപ്പോൾ അത് വിട്ട് കളിക്കാനായിട്ട് നോർമലി ഇതുപോലെയുള്ള ഒരു സിസ്റ്റം ഡ്രിവൺ കേസിലുണ്ടല്ലോ, അതായത് മേ ബി ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഇൻകം ടാക്സ് ഓഫീസർക്കും അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ ആരായാലും ഇപ്പോൾ GST ഓഫീസർക്കായാലും അദ്ദേഹത്തിനും അറിയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് നടന്നതെന്നൊക്കെ. പക്ഷെ അവരെപ്പോഴും ഈ ഒരു സേഫർ സോണിൽ നിന്ന് കളിക്കാൻ. പക്ഷെ എന്നാലും അതൊരു ഭയങ്കര ഒരു അനീതിയല്ലേ? അങ്ങനെ ഇതുമായിട്ട് ഒരു അറിവില്ലായ്മയുള്ള ഒരാളെ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, ഇത്രയും വലിയൊരു വിഷയത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അല്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഇതിൽ അപ്പുറത്തെ സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇയാളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അപ്പുറത്തെ ഒരാളെ നമുക്ക് പോയിന്റ് ചെയ്യണമല്ലോ, ആളെ ക്യാപ്ചർ ചെയ്യണമല്ലോ, പണിയെടുക്കണം. അതിനുള്ള ഒരു എവിഡൻസ്, ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായിരിക്കില്ല. അല്ല, ഈ 4 കോടി രൂപയൊന്നും ആവിയായി പോകില്ലല്ലോ, അത് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ. അതിലെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വിഡ്രോ ചെയ്യുന്നു, അതായത് ഡെപ്പോസിറ്റ് വരുന്നു, വിഡ്രോ ചെയ്തിട്ട് മിക്കവാറും ഇദ്ദേഹം ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നു. അപ്പോൾ അവർ ഇതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്? അവരൊരു ബാങ്കിങ് ചാനലിലേക്ക് വന്നാലാണല്ലോ നമുക്കൊരു എവിഡൻസ്. അവിടെയാണല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ ഒരു പോസിബിലിറ്റി ഉള്ളത്. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ കാര്യം, ഇയാൾ ഡ്രൈവറാണെന്ന് പറഞ്ഞു, പ്രോബ്ലി പുള്ളി ലോറി ഓടിക്കുന്ന ആളായിരിക്കും, പ്ലൈവുഡ് ഡെലിവറി ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് സിനാറിയോ ഇല്ലാത്തൊരു സംഭവം ആലോചിച്ച് നോക്കുക. അതായത് ഡ്രൈവറുടെ കയ്യിൽ ലോഡ് കൊടുത്തു വിടുന്നു, ഡ്രൈവർ അത് എവിടെയോ കൊണ്ട് ഡെലിവറി ചെയ്യുന്നു, ഡ്രൈവർ ആ ലോഡിൻ്റെ പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് മുതലാളിക്ക് കൊടുക്കുന്നു. ഇത് പണ്ട് സ്ഥിരം നടന്നുകൊണ്ടിരുന്ന കാര്യമാണല്ലോ, ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകളൊക്കെ അങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ഈ പ്രശ്നം ഇല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ് കളക്ട് ചെയ്തു, ആ ക്യാഷ് ഞാൻ മുതലാളി ഓൺ ബിഹാഫ് ഓഫ് മുതലാളിയാണ് കളക്ട് ചെയ്തത്, ഞാനത് മുതലാളിക്ക് കൊടുത്തു, അവിടെ കൊണ്ട് ആ കഥ കഴിഞ്ഞു. എനിക്ക് ആ കാശുമായിട്ട് ഒരു ബന്ധവുമില്ല. സെയിം സിനാറിയോടെ ഒരു ഡിജിറ്റൽ വെർഷൻ അല്ലേ ബാങ്ക് അക്കൗണ്ട് വഴി നടക്കുന്നത്. മറ്റേ രീതിയിൽ ഇതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലാകുകയും ബാങ്ക് അക്കൗണ്ട് വഴി ആകുമ്പോൾ അതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായതുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ടിന്റെ ഓണർ കുഴപ്പത്തിലാകുകയും ചെയ്യുന്ന പോലത്തെ ഒരു വൈരുദ്ധ്യമല്ലേ ആ ഒന്ന്. അപ്പൊ അത് വെച്ചിട്ട് മാത്രം നമ്മൾ ഒരാളെ ശിക്ഷിക്കാൻ ഇറങ്ങുന്നത് ശരിയല്ലല്ലോ. നമ്മളതിനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ ഇതില് ട്രൂത്ത് ആയിട്ട് നമുക്ക് വളരെ വെള്ളത്തിൽ തെളിഞ്ഞു വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഡിപ്പാർട്ട്മെന്റിനും കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ GSTക്കോ അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സിസ്റ്റത്തിന് അത് തീർച്ചയായിട്ടും കാണാനായിട്ടൊക്കെ സാധിക്കും. ഇല്ല എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, വളരെ വിസിബിൾ ആണ് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ഇതിനൊരു ഡോക്യുമെന്ററി എവിഡൻസ് വെച്ചിട്ട് ഇവർ പിൻ ചെയ്ത് അത് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു. ഇപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ ഈ 4.5 കോടി രൂപയുടെ നോട്ടീസ് പുള്ളിക്ക് വന്നു. പുള്ളിക്ക് ആ 4.5 കോടി രൂപ ഈ മുതലാളി തന്നതാണ്, മുതലാളിക്ക് വേണ്ടി കളക്ട് ചെയ്തതാണെന്നുള്ളതല്ലാതെ വേറൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ല. അപ്പം ഇത് പ്രോബ്ലി ഒരു ഡിമാൻഡ് നോട്ടീസ് ആയിരിക്കുമല്ലോ, ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്ത് നികുതിയും അതിൻ്റെ പിഴയും പലിശയൊക്കെ കൂടെ അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പുള്ളിക്ക് അത് അടയ്ക്കാൻ സാധിക്കുന്നില്ല, അതിനുള്ള ഒരു ആസ്തി പുള്ളിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസിൽ അങ്ങനെ ഒരു റവന്യൂ റിക്കവറി അങ്ങനെ ഒരു ലെവലൊക്കെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് പോകാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ
ഇയാളുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മാറ്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വീട് തന്നെ ജപ്തിക്കായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ അഗേൻസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്തു. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ഗ്രൗണ്ട് പറഞ്ഞിട്ട് തന്നെ, അതായത് ഇങ്ങനെയാണ് ഇതിന്റെ സിറ്റുവേഷൻ, ഇതിലിപ്പോൾ അദ്ദേഹത്തിന് അടയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരിന് എങ്ങനെയാണത് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ മേ ബി ഇതിൻ്റെ ഈ 4.5 കോടി രൂപയിലുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 4.5 കോടി രൂപയുടെ അടുത്ത് തന്നെയാണ്. അതായത് 100% ആണ് അതിൻ്റെ പെനാൽറ്റി. കാരണം കുറച്ച് മുമ്പ് നടന്ന കഥയാണ്. അതായത് ഒരു 4 years മുമ്പാണ് ഈ ക്യാഷ് ഡെപ്പോസിറ്റ് ഒക്കെ നടന്നേക്കുന്നത്. അപ്പോൾ അത് ഇദ്ദേഹത്തിന് ഒരുപാട് നോട്ടീസ് വന്നു. അപ്പോൾ നോട്ടീസ് വന്നപ്പോൾ ഇദ്ദേഹത്തിന് റിപ്ലൈ ചെയ്തില്ല. അപ്പോൾ ഇൻകം ടാക്സിൽ പല വകുപ്പുകളുണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വകുപ്പുകളുണ്ട്. അപ്പോൾ അതിലൊരു സെക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ കെന്നിക്ക് ഒരു നോട്ടീസ് വന്നു. കെന്നി മേ ബി ചിലപ്പോൾ നമ്മൾ പഴയ പാനൊക്കെ എടുത്ത സമയത്ത് കൊടുത്ത് ചിലപ്പോൾ ഇമെയിൽ ഐഡിയിലൊക്കെ ആയിരിക്കും മെയിലുകളൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ NRI ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ NRIസിന് ഞാൻ ഇത് ഡിബേറ്റ് ചെയ്ത് ഇതായിട്ട് കണക്റ്റഡ് ആയിട്ട് കാരണം പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ NRIസിന് പലപ്പോഴും NRE ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ 2 കോടി 3 കോടി 5 കോടിയൊക്കെ ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും എബൌട്ട് 10 lakhs വരുന്ന ഡെപ്പോസിറ്റുകൾ ഉണ്ടല്ലോ, അത് അവർ നോക്കിയിട്ട് ഒരു മെയിൽ അയക്കും. ഇപ്പോൾ കെന്നി NRI ആണെന്ന് വിചാരിക്കും, 4 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്, എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ചോദിച്ചുകൊണ്ട് മെയിൽ അയക്കും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് NRI ആണ് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതിന് അവിടെ വെച്ച് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. അവർ പോയി അയക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഇത് NRE FD ആണ്, സോഴ്സ് കാണിക്കേണ്ട ഒരു ബാധ്യത ഇല്ല. പക്ഷെ എന്നാലും അയക്കും. ഇത് NRE FD ആണെങ്കിലും അയക്കും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ NRE FD ഉള്ള ഒരുപാട് ആളുകൾക്ക് നോട്ടീസ് വരുന്നു. അപ്പോൾ ഇവർ ചിലപ്പോൾ പഴയ പാനൊക്കെ എടുത്ത സമയത്ത് കൊടുത്ത മെയിൽ ഐഡിയിലേക്കായിരിക്കും ഈ നോട്ടീസൊക്കെ ചെല്ലുന്നത്. ഇത് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കണമെന്നൊന്നും നിയമമില്ല. രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുന്നില്ല. രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുന്നത് ക്ലൈമാക്സിലാണ് അയക്കുക. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് ഇങ്ങനെ മെയിലുകൾ ഇങ്ങനെ പോകും. അതായത് 4 crores rupees നിങ്ങൾക്ക് FD ഉണ്ട്, അതിന് റിപ്ലൈ തരൂ എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞ ഒരുപാട് നോട്ടീസുകൾ ഇമെയിലായിട്ട് അയക്കും. ഈ ഇമെയിൽ എന്ന് പറയുന്നത് ഇദ്ദേഹം എപ്പോഴെങ്കിലും ഒക്കെ മുമ്പ് എടുത്തിരുന്ന ചിലപ്പോൾ ഉപയോഗിക്കാത്ത ഒരു ഇമെയിലേക്ക് ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻകം ടാക്സിൻ്റെ ലോഗിനിൽ ഇതിങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ നോട്ടീസുകൾ. പക്ഷേ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്ത ഒരാളെങ്ങനെയാണ് ഇത് അറിയണത് പ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്? അവസാനം അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ റിപ്ലൈ കൊടുക്കാതാവുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഈ NRE FDയുടെ കേസിൽ ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാം ഇത് NRE FD ആണെന്നൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുമ്പ് എപ്പോഴും ഉണ്ടായിരുന്ന ചിലപ്പോൾ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെയിൽ ചെയ്ത് പോകുന്നത്, പോർട്ടലിൽ വരുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇയാളിത് അറിയണമൊന്നുമില്ല. ഇപ്പുറത്തെ സൈഡിൽ ഒരു നാടകം നടക്കുന്നുണ്ടെന്ന് ഈ പാവം അറിയണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അവസാനം നമ്മൾ കെന്നിക്ക് കുറേ മെയിലുകൾ അയക്കുന്നു, ഇത് കിട്ടുന്നില്ല, റിപ്ലൈ തരുന്നില്ല. അപ്പോൾ അവസാനത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് നോട്ടീസുകളൊക്കെ അയച്ചു, നിങ്ങൾ റിപ്ലൈ തരുന്നില്ല, അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെന്തോ ഒളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4 കോടി രൂപ FD ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺഎക്സ്പ്ലെയിൻഡ് മണി എന്ന് പറയും ഈ സംഭവം. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണമാണ് നിങ്ങൾ മറുപടി തരാത്തത്. അപ്പോൾ ഈ 4 കോടി രൂപയും നിങ്ങളുടെ വരുമാനമാണ് എന്ന് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും പലിശയും ഒക്കെ അടക്കം 4 കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടാക്സ് അടയ്ക്കണം. എന്നിട്ട് ഈ അവസാനത്തെ ഈ നോട്ടീസ് ഉണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കും. അപ്പോൾ ഈ മുമ്പത്തെ ഏതെങ്കിലും ഒരു നോട്ടീസ് അയച്ചിരുന്നെങ്കിൽ ഈ പാവം ചിലപ്പോൾ ഇത് ഊരിപ്പോരും. അപ്പോൾ ഇനി ഒരു വഴിയുള്ളതെന്ന് പറയുന്നത് ഇതിന് അഗെയിൻസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യുക. അതായത് ഒരു അൺനെസസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മെനക്കെടുത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ കേസിൽ നമ്മുടെ ഓൾഡ് സ്റ്റോറി, നമ്മുടെ പെരുമ്പാവൂരുകാരൻ്റെ കഥയിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഒരുപാട് നോട്ടീസുകൾ അയക്കുന്നു, അപ്പോൾ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നില്ല, അവസാനം നമ്മൾ അപ്പീലിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ചില കാര്യങ്ങൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിലൊരു നമ്മളുടെ സിസ്റ്റത്തിന് അവിടെ ഒരുപാട് മിഷണറീസ് ഉണ്ട്. അത് വെച്ചിട്ടൊന്ന് നോക്കി, ഇപ്പോൾ NRIയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു അൺനെസസറി ഒരു ലിറ്റിഗേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ശരിക്കും. ഇല്ല, അത് അങ്ങനെ ഒരു റിക്വസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന്? അതായത് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, താങ്കളൊരു പ്രാക്ടീഷണർ ആണല്ലോ, അപ്പം താങ്കളുടെ ഗ്രൂപ്പ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റിന്നോ ഒന്നും ഇങ്ങനത്തെ ഒരു റിക്വസ്റ്റ് വരാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ റയറായിട്ട്, ഇതിപ്പോൾ സേപ്പ് ഒരു 100 പേർക്ക് ഇങ്ങനെ ഒരു പണി കിട്ടി എന്ന് വിചാരിക്കും. അപ്പോൾ അതിൽ വളരെ ചില ആളുകൾ, ഒരു <5% ആളുകൾ ചിലപ്പോൾ അവരനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, അവർ കടന്നു പോയിട്ടുള്ളവരെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ അവർ എഗെയിൻസ്റ്റ് അവർ പോകും. അതായത് ഇത് NRI ആണ് എന്ന് അറിയാനായിട്ട് പറ്റും. അതായത് ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല.
അപ്പോൾ അതിന് എഗെയിൻസ്റ്റൊക്കെ പോകാറുണ്ട്. ഇതിൽ വേറെ നേരത്തെ എന്നെ ചോദിച്ച ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു മാറ്റർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതേ, അത് പോസ്റ്റ് കോവിഡ് സെനാരിയോ കുറച്ചൊന്നും മാറിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ NRI ആയിരുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഇവിടെ നാട്ടിലിരുന്ന് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർ NRIs അല്ല, ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ ചിലപ്പോൾ അത്യാവശ്യം പുറമെ വിദേശത്തുള്ള പോലെ തന്നെ അവർക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോഴും NRI സ്റ്റാറ്റസിൽ തന്നെയുണ്ടല്ലോ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 100 പേർക്ക് നോട്ടീസ് അയക്കുമ്പോൾ ഇവർ ഔട്ട് ഓഫ് ഈ 100 ചിലപ്പോൾ ഒരു 10-20 പേര് ചിലപ്പോൾ റെസിഡൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 10 പേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 5 പേരെ കിട്ടി ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു കസർത്ത് നടത്തുന്നത്. പക്ഷേ ബാക്കി ചിലപ്പോൾ ഒരു 90 ആളുകൾ ചിലപ്പോൾ അതിൽ ബലിയാടായിട്ട് പോകും. അതായത് കാടടച്ച് വെടിവെക്കുകയാണ് അങ്ങനെ. ഈവൻ ഈ റെസിഡൻസിന് പോലും അവൻ്റെ വിസ നോക്കിയാൽ അറിയാമല്ലോ അവൻ എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്തു എന്ന്. അപ്പോൾ ഈ NRI സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്ര ദിവസത്തിൽ കൂടുതൽ പുറത്തായിരിക്കണമെന്നൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ പുറത്ത് അല്ലാത്ത ആൾക്ക് മാത്രം നോട്ടീസ് അയച്ചാൽ പോരെ? അല്ല, അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ബൈ ഡിഫോൾട്ട് അതിൻ്റെ ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ അല്ല. അതൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ ഇവൻ്റെ പാസ്പോർട്ട് നമ്പർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താലാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് അസസ്, അതായത് അവർ തന്നെ ആദ്യം പറയട്ടെ, അവർ തന്നെ പ്രൂവ് ചെയ്യട്ടെ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെയിൽ അയക്കുന്ന കേസിൽ എനിക്കൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒരിക്കൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ആ കോൾ വരുമ്പോൾ അവർ പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമേ വന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പല വലിയ പോലീസുകാരൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ, നമ്മൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മൾ അയച്ച കൊറിയറിനകത്ത് നിന്ന് ഹോങ്കോങ്ങിൽ ചെന്നപ്പോൾ കഞ്ചാവ് കിട്ടിയെന്നും. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതുകൊണ്ട് കോൾ വരുമ്പോഴൊക്കെ നമ്മൾ ഇവരെ കുറേ ഊശിയാക്കി വിടും. അപ്പോൾ ഇതുപോലെ എനിക്കൊരു കോൾ വന്നപ്പോൾ ഒരു ലേഡിയാണ്, അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് നോട്ടീസ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ അതിന് മറുപടി തന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല, ഞാൻ മെയിലൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ തട്ടിപ്പാന്ന്, ഇതുപോലെ എന്തോ എന്നെ പറ്റിക്കുക. അപ്പോൾ ഞാൻ കുറേ നേരം അവരെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചു. പക്ഷെ അവരങ്ങനെ അഡമൻ്റായിട്ട് ഉറച്ചു നിന്നു. അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ആന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ അവരുടെ ഒരു ഉറപ്പ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു, ഇനി എങ്ങാനും ഇവർ ശരിക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലോ. അപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി, ഞാൻ എന്നിട്ട് എൻ്റെ മെയിലൊക്കെ പരിശോധിച്ചു, മെയിലില്ല. അപ്പോൾ ഞാൻ വീണ്ടും അവരെ ഞാൻ ഇച്ചിരി അവരെ കളിയാക്കുന്ന പോലെയൊക്കെ ആയി. എനിക്കറിയാം, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഞാനിങ്ങനെ മറ്റേ കഞ്ചാവൊക്കെ കയറ്റി വയ്ക്കുന്ന ആളാണ്, എന്നെ പലരും വിളിക്കാറുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ അടുത്ത് പലരും ഇതുപോലെ പെരുമാറുന്നുണ്ടാവണം. കാരണം ഇപ്പം ഇങ്ങനെ കോള് വരുമ്പം നമ്മൾ വിചാരിക്കുകയല്ലേ ഇതൊക്കെ ചുമ്മാ പറ്റിക്കാൻ വിളിക്കുന്നതാണ്. അപ്പോൾ അവർ പക്ഷേ ഉറപ്പിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചു, ഇനി വല്ല സ്പാമിലൊക്കെ പോയിട്ടുണ്ടാവുമോ. അപ്പോൾ ഞാൻ സ്പാമൊക്കെ എടുത്ത് പരിശോധിച്ചു. അന്നേരം ഈ ഐറ്റം അവിടെ കിടപ്പുണ്ട്, നമുക്കൊരു ഡിമാൻഡ് വന്ന് കിടപ്പുണ്ട്. ചെറിയ തുകയേ ഉള്ളൂ, അത് മറ്റേ അതിനൊന്നും ഇവർ വിളിക്കേണ്ട പോലും കാര്യമുള്ളതല്ല സത്യം പറഞ്ഞു. അടുത്ത വർഷത്തേലും വല്ലതും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കേസേ ഉള്ളൂ. അപ്പം നോട്ടീസുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും അറിയാത്ത പോലെ ഞാൻ നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് പയ്യെ കോളൊക്കെ വെച്ചു. അപ്പോൾ ഇവർ ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും സീരിയസ് സംഭവങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒരു രജിസ്റ്റേർഡെങ്കിലും മിനിമം അയക്കേണ്ടതല്ലേ. ഒരു ഇമെയിലിലോട്ട് അയച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര ഡിജിറ്റൽ, ഇപ്പോൾ ഈ പറഞ്ഞ പെരുമ്പാവൂർ പ്ലൈവുഡ് കമ്പനിയുടെ ഡ്രൈവർ, പുള്ളിക്ക് ഇമെയിൽ അയച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇതിൽ പല കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റലൈസേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോളജി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കമ്പനീസ് ആക്ടിലെ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കൊരു ക്വാളിഫിക്കേഷൻ കൊടുക്കാനുള്ളത്, അതായത് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. അതായത് ഇപ്പോൾ 2013 ആക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി എല്ലാം അതിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യും, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഒരാൾ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പോയിന്റ് അവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു അക്കൗണ്ട്സ് ചെയ്യാനായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും എഡിറ്റിങ്ങോ ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് ട്രയൽ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് മാൻഡേറ്ററി ആണ്. ലാസ്റ്റ് ഇയർ തൊട്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം തൊട്ട് സംഭവം മാൻഡേറ്ററി ആണ്.
അപ്പോൾ നമ്മളുടെ ആ ഒരു നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ ചിന്തിക്കുന്നത് ഇവിടെയുള്ള ഈ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികൾക്കും കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അവിടെ ഓഡിറ്റ് ട്രയൽ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. മീൻസ് അതൊരു ഒരു ലെവൽ ഓഫ് തിങ്കിങ് അങ്ങനെയാണെന്ന് പറയാം. കമ്പ്യൂട്ടർ പോലും കാണാത്ത എത്രയോ കമ്പനികൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പല നിയമങ്ങളും നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഈ പർട്ടിക്കുലർ നിയമം കൊണ്ടുവരുന്ന ഒരു സിനാരിയോ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം പല കേസുകളിലും അക്കൗണ്ട്സ് പല കമ്പനികളും ഈ പറയുന്ന ഡെയിലി ഒന്നും ഒന്നും കറക്റ്റ് ചെയ്യില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മന്ത് എൻഡിലും ക്വാർട്ടർ എൻഡിലും ഇയർ എൻഡിലും ഒക്കെ കുറേ മാറ്റങ്ങളും ഒക്കെ വരുത്തുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആവും. അതൊരു കള്ളത്തരമൊന്നും ആയിരിക്കണമെന്നില്ല, എന്നാൽ പോലും ഒരു ചേഞ്ച് വരുത്തിയത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സിനാരിയോ വരുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു ഡിസ്കഷൻ ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിലൊക്കെ ഒരു ചെറിയൊരു ചർച്ചയൊക്കെ നടക്കുന്നത് ഇപ്പോൾ വളരെ ഒരു സ്മോൾ ലെവൽ കമ്പനീസ് ഉണ്ടല്ലോ. ഇപ്പോൾ സ്മോൾ കമ്പനി ഒരു ബിലോ 1 crore ടേൺ ഓവറുള്ള അങ്ങനെയൊക്കെയുള്ള കമ്പനികളെ ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ എന്താ കോംപ്ലിക്കേഷനിൽ നിന്നൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് വിപ്ലവം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികൾക്കും ഓഡിറ്റ് ട്രയൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇവരെല്ലാവരും അങ്ങനെ വരുമ്പോഴാണ് അതൊരു പലപ്പോഴും അതൊരു ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ വരും. ഞാൻ ആക്ച്വലി ഇതിനു മുമ്പും പല വീഡിയോസുകളിലും പല പോസ്റ്റുകളിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ബിസിനസ് തുടങ്ങുന്ന ഒരു 99% ആളുകൾക്കും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങേണ്ട കാര്യമില്ല. അത് ചിലരൊക്കെ കൂടെ പറഞ്ഞു പറ്റിച്ച് അവരെ ആ കുഴി കൊണ്ട് ചാടിക്കുവാണ്. സത്യത്തിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഒരു കുഴിയാണെന്ന് അതിനകത്ത് ചെന്ന് ചാടി പണി വാങ്ങിക്കുന്നത് വരെ നമ്മൾ മനസ്സിലാക്കൂല. ഞാൻ അങ്ങനെ പണി വാങ്ങിച്ചിട്ടുള്ള അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ തിയറി വരെ നമ്മൾ മുഴുവൻ പഠിച്ചു. ഇതെന്താണ് ഈ സത്യത്തിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും അതിൻ്റെ എന്തുകൊണ്ടാണ് ആ നിയമങ്ങൾ അത്രയും കടുപ്പിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായി. അന്നേരം എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ചെറിയ പരിപാടിക്ക് ഇതിൻ്റെ ഒരാവശ്യം ഇല്ലായിരുന്നു എന്നുള്ളത്. മറ്റേ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ് കൊണ്ട് എടുക്കാൻ പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു പണിയാണെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഇതിനകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിനകത്തൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കൂട്ട് പണികൾ കിട്ടുന്ന ഒന്നും ആരും പുറത്തു പറയില്ല. അപ്പം അതിനകത്ത് ഒരു കാരണം ഷെയിം ആയിരിക്കാം. അപ്പം ഞാനൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചൊരു പണി വാങ്ങിച്ചു, അത് പുറത്ത് പറയാൻ ഒരു മടിയുണ്ടാകും പലർക്കും. അന്നേരം പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ചാൽ ഈ പുറകെ വരുന്നവനും ഇതേ കുഴി പോയി ചാടും. അപ്പോൾ ആരെങ്കിലും ഒരാളത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് നീ പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങേണ്ട കാര്യമില്ല, ഇത് നിനക്കൊരു ചെറിയ പാർട്ട്ണർഷിപ്പ് കൊണ്ടോ ഒക്കെ ഓടിക്കാവുന്ന കേസേ ഉള്ളൂ. ആ തിയറിയും കൂടെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങളിത് വളരെ ഭയങ്കര കോടികൾ റേസ് ഇൻവെസ്റ്ററെയൊക്കെ കൊണ്ടുവരാനും മാനേജ്മെൻറ്റും മറ്റേ ഓണറും സെപ്പറേഷനൊക്കെ വലിയ തിയറിയൊക്കെ അതൊന്നും ഇല്ലാത്ത കേസുകളിൽ ഇപ്പം ഞാനും ഭാര്യ സുഭദ്രയും ചേർന്ന് നടക്കുന്ന ബിസിനസ്സിനകത്ത് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ആരും പറഞ്ഞു കൊടുക്കാത്തതാണ് വലിയൊരു പ്രശ്നം. അതിലൊരു മേറ്റർ ഉള്ളത് കെണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ വന്നിട്ട് പല ആളുകളും പറയുന്നത് എനിക്കൊരു കമ്പനി തുടങ്ങണം എന്നാണ് പറയുക. അപ്പോൾ ഇവർ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി എന്നവൻ്റെ ആ പറയുന്ന ആളുടെ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ഫോർമാറ്റാണ്. അതായത് കമ്പനി നമ്മൾ സാധാരണ പറയുമല്ലോ എനിക്കൊരു കമ്പനി തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, LLP ഉണ്ട്, OPC ഉണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പറൈറ്റർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഇതിന് അവർക്ക് എന്ത് റിക്വയർമെൻ്റ് ആണ് വേണ്ടത്, ആക്ച്വലി അവർ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പോകേണ്ടതുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആനേനെ വാങ്ങിച്ച അവസ്ഥയാണ്. പിന്നെ ഈ ആനേനെ മേയ്ക്കാനായിട്ട് ഒരുപാട് ചിലവുകൾ. അതെ കറക്റ്റാ. വീട്ടിൽ മറ്റേ കളിപ്പിക്കാൻ ഒരു പൂച്ചയെ കൊച്ചു വാങ്ങിച്ചു കൊടുക്കാൻ പറയുമ്പം ആനയെ വാങ്ങിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന പോലത്തെ പ്രശ്നം തന്നെയാണ്. കാരണം ഇനി ഇതിന് മേയ്ക്കാനായിട്ട് ഓരോ മാസത്തിൽ ഓരോ ഫോമുകൾ ഇങ്ങനെ ഇറങ്ങും. KYC, DPT3 എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് ഫോമുകൾ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സിനായാലും അല്ലെങ്കിൽ ഇപ്പോൾ കമ്പനി സെക്രട്ടറിക്ക് ആയാലും ഇത് ഓർത്ത് വെച്ച് ഫയൽ ചെയ്യിപ്പിച്ച് അതിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ എടുത്ത്, അപ്പോൾ ശരിക്കും വലിയ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുന്നത് ഒരു ആന തന്നെയാണ്. അതായത് ഇതിനെ മേയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ. ഈ ആനയെ വളർത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം കേട്ടോ. ശരിക്കും ആനയെ വളർത്താൻ ഇതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആനയ്ക്ക് എല്ലാ ദിവസവും കൊടുത്ത് തീറ്റയുടെ കണക്കൊക്കെ എഴുതി സൂക്ഷിക്കണം, സർക്കാർ ചോദിച്ചാൽ കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പെരുമ്പാവൂരുകാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പെരുമ്പാവൂരുകാരനെ നമ്മൾ അപ്പീൽ ഫയൽ ചെയ്തു, അതിന് ശേഷം പിന്നെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പീലൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചില കേസിലൊക്കെ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്, പെട്ടെന്ന് എടുക്കാറുണ്ട്, 3-4 months എടുക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 or 2 year ഒക്കെ എടുക്കും ചിലപ്പോൾ അപ്പീലൊക്കെ എടുക്കാനായിട്ട്.
ഇപ്പം അപ്പീൽ കൊടുത്ത് അവിടെ അടക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയാം. ഈ പൗരന്മാരെ കൊണ്ട് നിയമങ്ങൾ അനുസരിപ്പിക്കാൻ നടക്കുന്ന സർക്കാർ അതേ നിയമങ്ങൾ തന്നെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആർക്കായിരിക്കും? നമ്മൾ വിചാരിക്കും നിയമങ്ങൾ അനുസരിക്കാത്ത സർക്കാരിനായിരിക്കുമെന്ന്. എന്നാൽ അതിൻ്റെ പണിയും കൂടെ പൗരൻ്റെ തലയിൽ വെച്ച് തരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലുള്ളൊരു കഥയാണ് സുബിൻ അടുത്തത് നമ്മളോട് പറയാനുള്ളത്. നമ്മുടെ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ, അതായത് ഇൻകം ടാക്സിൽ നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള TDS എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ, അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചറാണ് എന്ന് കരുതും. അപ്പോൾ സ്കൂളിൽ ടീച്ചർക്ക് സാലറി കിട്ടുന്നുണ്ട്, 10-12 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 1 ലക്ഷം രൂപ വരെയൊക്കെ എടുത്ത് ടാക്സ് വരുന്നുണ്ടെന്ന് വിചാരിക്കും. അവർക്ക് നോർമലി ഇവരുടെ TDS പിടിച്ചിട്ട് ബാക്കി പൈസ ആയിരിക്കുമല്ലോ കൊടുക്കാം. അപ്പോൾ 12 ഒന്ന് കുറച്ച് 11 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ TDS ഉണ്ട്. അപ്പോൾ ടീച്ചർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇവർ ക്ലെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 lakhs എനിക്ക് സാലറി ഉണ്ട്, അതിൽ ഇത്ര ടാക്സ് 1 lakh rupee ടാക്സ് ഉണ്ട്, ഇത് TDS ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുന്നില്ല, ഇത് ഞാനത് ഒരു അസറ്റായിട്ട് കാണിക്കുന്നു, എൻ്റെ ടാക്സ് ലയബിലിറ്റി 0 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1000 രൂപ 2000 രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടച്ച് അവസാനിപ്പിക്കുന്നു. ഇത് TDS നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സാധാരണ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ടീച്ചർമാർ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർമാർ, ഇങ്ങനെയൊക്കെയുള്ള ഈ കൊച്ചു ഉണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള യൂണിറ്റുകളിലൊക്കെ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ആ സ്കൂളിലുള്ള ഒരു ഓഫീസർ ആയിരിക്കും ചിലപ്പോൾ TDS പിടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. അങ്ങനെയാണോ അത് വർക്ക് ചെയ്യുന്നത്? ഇവർക്കെല്ലാം സ്റ്റേറ്റ് അല്ലേ ശമ്പളം കൊടുക്കുന്നത്? സ്റ്റേറ്റ് ആണ്, പക്ഷെ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സെൻട്രലൈസ്ഡ് മെഷീനറി ഇല്ല. അത് പലതും ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു യൂണിറ്റ് പോലെ പല സ്ഥലങ്ങളിലായിട്ട് ആണ് നടക്കുന്നത്. അപ്പം ഞാനത് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ പല സിസ്റ്റത്തിലും ഇതുപോലൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ് പലതും നടക്കുന്നത്. മുമ്പ് ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലൊക്കെ ആദ്യം ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള TDSകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അത് സെൻട്രലൈസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് TDS ഫയലിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോഴും ഇങ്ങനെ ഈ കൊച്ചു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടാക്സ് ഡിഡക്ഷനുകളുണ്ടല്ലോ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഇൻകം ടാക്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ GST ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് കോൺട്രാക്റ്റ് ഒക്കെയാണ്. ഇപ്പോൾ PSU ആണെന്ന് വിചാരിക്കും, ഗവൺമെൻറ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ GSTയിലും 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ TDS പിടിക്കേണ്ടതുണ്ട്. ഒരു 2% TDS പിടിക്കണം, എന്നിട്ട് അത് ഫയൽ ചെയ്യണം. ഞാൻ പറയണ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു TDS പിടിക്കാനായിട്ടുണ്ട്. ആ TDS പിടിച്ചിട്ട് ഈ ഗവൺമെൻറ് മെഷീനറി ഫയൽ ചെയ്യണം, എന്നിട്ട് നമുക്കത് ക്ലെയിം ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ പല കേസിലും അതായത് വളരെ ചില കേസുകളിൽ ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ചില കേസുകളിലൊക്കെ അത് കറക്റ്റായിട്ട് മെഷീനറി നടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ചില കേസുകളിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറും പരിപാടികളും ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കില്ല, ചിലപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരുപാട് ട്രാൻസ്ഫറുകളൊക്കെ നടക്കില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഗന്ധമില്ലാത്ത ഒരാളായിരിക്കും ഈ TDSലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. വീർക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ ചിലരെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ TDS പിടിച്ചേക്കുന്ന പൈസ ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവില്ല. അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ടിലൂടെ കിടക്കുന്നുണ്ടായിരിക്കും, ഇത് അടച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ അടച്ചിട്ടുണ്ടായിരിക്കും. ഇത് അടച്ചാൽ മാത്രം പോരാ, ഇതിൽ കുറേ ചടങ്ങുകളുണ്ട്. ഇത് അടച്ച് ഇത് റിട്ടേൺ ഫയൽ ചെയ്യണം, TDS റിട്ടേൺ ഫയൽ ചെയ്ത് എന്നാലൊക്കെയാണ് അത് മാച്ചായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുള്ളൂ. അപ്പോൾ മിക്കവാറും കേസുകളിൽ, ചില കേസുകളിലൊക്കെ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടയ്ക്കുന്നില്ല എന്ന് കരുതും. ഒരു ടീച്ചറുടെ TDS ഇവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻകം ടാക്സിൻ്റെ ലോഗിനിൽ ഇത് റിഫ്ലക്റ്റ് ആവില്ല. അപ്പോൾ ടീച്ചർ ഇതൊക്കെ എനിക്ക് ഫോം 16 കിട്ടിയിട്ടുണ്ട്, ഇതിൽ സംഭവങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളൊരു ആംഗിളിൽ ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ചിലപ്പോൾ നേരെ റിട്ടേൺ ഫയൽ ചെയ്യും. പക്ഷേ ഈ TDS അവിടെ റിഫ്ലക്റ്റ് ആവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ GSTയുടെ കേസിൽ ഇത് ഇപ്പോൾ ഇൻകം ടാക്സ് പതുക്കെ ഇത് ഇത് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ GSTയുടെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഓരോ PSUസും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റുകളായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഈ GST ഒന്നും ചിലപ്പോൾ ഇവർ ഡിഡക്റ്റ് ചെയ്യും, പൈസ തരുന്ന നേരത്തെ ഇതൊക്കെ ഡിഡക്റ്റ് ചെയ്യും. പക്ഷേ ഇവർ ചിലപ്പോൾ TDS അടയ്ക്കില്ല, അത് ഫയൽ ചെയ്യില്ല. ഈ പൈസ ഡിഡക്ട് ചെയ്തിട്ട് സർക്കാരിലോട്ട് അടയ്ക്കാതിരിക്കുന്നത് ഒരു ഭയങ്കര വലിയ കുറ്റമല്ലേ? ഭയങ്കര വലിയ കുറ്റമാണ് നമ്മൾ ചെയ്താൽ. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അത് വേറൊരാളാണ് വരുന്നത്. TDS ഡിഡക്ട് ചെയ്തിട്ട് അത് അടയ്ക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ പറ്റിച്ചു എന്നുള്ള ഒരു ആംഗിളല്ലേ ഇവര്. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് പറ്റിക്കാം. പല ട്രാൻസ്ഫറുകളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്നും ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞു വരുന്ന സംഭവത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ അവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഒഴിഞ്ഞ കസേരയിലേക്ക് നോക്കിയിട്ട് ചാർത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കണ്ടിരിക്കുന്ന ഒരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ച് ബൂമറാങ് പോലെ ഈ ടീച്ചറുടെ അടുത്തോ ഈ ഡോക്ടറുടെ അടുത്തോ ഒക്കെ വരികയാണ്. അതായത് ഇവര് ജെന്യുവൻലി ഇവരിത് ഫയൽ ചെയ്യുന്നു,
TDS ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ ഫയൽ ഈ ഫോം 16 ഒക്കെ അവരുടെ കയ്യിലുള്ളപ്പോൾ പിന്നെ അവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. ഇവർ നോക്കുന്നു, ഇവർ ഫയൽ ചെയ്യുന്നു. പക്ഷെ ചിലപ്പോൾ ഇത് ചിലപ്പോൾ കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ടാവും, തെറ്റി ഫയൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇവരുടെ ഇത് മാച്ചിങ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കറക്റ്റ് പാനൽ റിഫ്ലക്ട് ചെയ്യണം. ചിലപ്പോൾ അടച്ചിട്ടുണ്ടായിരിക്കും, ഇവർ അടച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇവർ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ലാബ്സുകൾ വന്നിട്ട് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ഒരു ദുരിതം അനുഭവിക്കുന്നത് ഇവർ തന്നെയാണ്. അതായത് ഈ ടീച്ചറോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എംപ്ലോയീസ് ഇതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2-3 ഇത് പിന്നെ അവിടെ നിൽക്കുന്നില്ലല്ലോ, പിന്നെ അതൊരു മാലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെയാണത്. അതായത് 2017 ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു എന്ന് വിചാരിക്കും. അടുത്ത വർഷം ഫയൽ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിടിക്കും, അടുത്ത വർഷവും പിടിക്കും. അങ്ങനെ ഈ 1 ലക്ഷം രൂപ തീരണ വരെ ചിലപ്പോൾ ഈ എല്ലാ റീഫണ്ടുകളും പിടിച്ച് പോകും. അവസാനം പോയിട്ട് ഇത് ചിലപ്പോൾ ഇനി ഇത്തിരി പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രേസ് ഔട്ട് ചെയ്ത് ഇത് റെക്ടിഫൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ നോൺ കംപ്ലൈൻസിൻ്റെ കേസിൽ നമ്മൾ തുടങ്ങിയ ആ ഒരു പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും വലിയ ഒരു നോൺ കംപ്ലൈൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഗവൺമെൻറ്റിനെ, അതായത് ഈ ചങ്ങലക്കിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കണ പോലെയാണ്. അതായത് ഗവൺമെന്റിന് പൂട്ടാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് തന്നെ ആ ഒരു മെക്കാനിസം ഉണ്ടല്ലോ. ഇപ്പോൾ TDSന്റെ നോൺ കംപ്ലൈൻസ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തേക്കണം. ഞാൻ എൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് മിക്കവാറും ഇതൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും. അപ്പം അത് ഈ സാധാരണ പൗരന് ആപ്ലിക്കബിൾ ആകുന്നത് പോലെ തന്നെ ആയിരിക്കില്ലേ? ഒരു ഫിനാൻസ് ഓഫീസർക്ക് ഉണ്ടെങ്കിൽ ആ ഫിനാൻസ് ഓഫീസർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ടതല്ലേ? അതിലിപ്പോൾ ഗവൺമെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ കേസിൽ പിന്നെയും അത് വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് അവിടെ ചിലപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫ്രീക്വന്റ് ട്രാൻസ്ഫറുകളൊക്കെ ആകുമ്പോഴേ അല്ല, എന്നാൽ പോലും നേരത്തെ ഈ പറഞ്ഞ തത്വം അവിടെ ആപ്ലിക്കബിൾ ആണല്ലോ. ഇഗ്നോറൻസ് ഓഫ് ദ ലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായാലും അതൊരു എക്സ്ക്യൂസ് ആവാൻ പാടില്ലല്ലോ. പക്ഷേ ഇത് ഇങ്ങനെയാണ് ബേസിക്കലി അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നും അവിടെ ഫിക്സ് ചെയ്യുന്നൊന്നുമില്ല. ഒരാൾ വന്നിരുന്നു, ആൾക്ക് അറിയാവുന്ന പോലെ ആൾ എന്തോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ആൾ ട്രാൻസ്ഫർ ആയി പോകുന്നു. പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുകൾ കുറച്ച് ആളുകൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ, അതായത് ഇതൊക്കെ നേരെ മറിച്ച് ഇതിൻ്റെ ഒരു സിമിലർ പാരലൽ വെർഷൻ എനിക്കറിയാണ്ടോ. അതായത് ഒരു ബാംഗ്ലൂരുള്ള ഒരു കക്ഷി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് 10-25 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു. കമ്പനി പൂട്ടിപ്പോയിട്ടോ. അതായത് കമ്പനി എന്തോ ഒരു ഇതിൽ പൂട്ടിപ്പോയി. അപ്പോൾ കമ്പനി TDS പിടിച്ചിട്ടുണ്ടായിരുന്നു, 3-4 ലക്ഷം രൂപ TDS പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് ഫയൽ ചെയ്യുന്നു, സിമിലർ സിറ്റുവേഷൻ തന്നെ. ഇദ്ദേഹം ഇത് ഫയൽ ചെയ്യുന്നു, കമ്പനി പൂട്ടിപ്പോയ കാരണം കമ്പനിക്ക് TDS അടയ്ക്കാനുള്ള കാശ് പോലും ഇല്ല. പക്ഷേ കമ്പനി TDS അടച്ചതായിട്ട് കാണിക്കുന്നു. അവസാനം ഡിമാൻഡ് വരികയാണ്, ഈ 3-4 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഡിമാൻഡ് വരുന്നു. അപ്പോൾ ഇദ്ദേഹം ഫോം 16 കാണിച്ചു കൊടുക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇനി ഞാനിതിൽ പാർട്ടിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അപ്പീലൊക്കെ ഫയൽ ചെയ്തിട്ടു. അപ്പോൾ ഈ TDS ഓഫീസർ, നമുക്കൊരു TDS ഓഫീസർ എന്ന് പറഞ്ഞൊരു ഓഫീസറുണ്ട്. അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കേസ് ഫയൽ ചെയ്ത്, അല്ലെങ്കിൽ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആണ് അതിൻ്റെ പ്രൊസീഡിങ്സ് എടുക്കുന്നത്. പക്ഷെ ആ ഒരു ഊർജ്ജമൊന്നും ഇവിടെ ഒരു ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് വരാനുള്ള സാധ്യതകളില്ല. കേരളത്തിൽ ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു വട്ടമെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റ് നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. അത്രയ്ക്ക് വലിയ ഒരു ലോട്ടറി മാർക്കറ്റാണ് കേരളം. ലോട്ടറി അടിക്കുന്ന പലരെക്കുറിച്ചൊക്കെ നമ്മൾ പല വാർത്തകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ലോട്ടറി അടിക്കുന്ന ആൾ ഭയങ്കര ഭാഗ്യവാനാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഈ ലോട്ടറി അടിച്ചവർക്ക് ഈ ലോട്ടറി അടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ പുറകെ വരുന്ന ചില പണികളൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിയാറില്ല. അപ്പോൾ അത്തരത്തിലൊരു കഥയാണ് സുബിൻ അടുത്ത് നമ്മളോട് പറയാനുള്ളത്. ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാറ്റർ, ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ലോട്ടറി എടുക്കുന്നത് സാധാരണ ആളുകളാണ്. അതായത് ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വേജ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും പലപ്പോഴും ഒരു 90% ലോട്ടറി എടുക്കുന്നത് ഇവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അടിക്കുന്നതും ചായക്കടക്കാരനോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഒരു സാധാരണ ഉള്ള ആളുകൾക്കാണ് ഇതുപോലുള്ള ലോട്ടറികൾ അടിക്കാറുള്ളത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 കോടി രൂപയുടെ ഒരു ലോട്ടറി ഒരാൾക്ക് കിട്ടി, 1ാം സമ്മാനം കിട്ടി. അപ്പോൾ നമ്മൾ വളരെ ആകർഷകമായിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വരും, ചായക്കടക്കാരന് 1 കോടി രൂപ ലോട്ടറി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്, ഇതിൻ്റെ ലോട്ടറിയുടെ 1 കോടി രൂപ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇത് വിറ്റ ഏജൻറ്റിനുള്ളതാണ്. ബാക്കി 90 ലക്ഷം രൂപയുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു 30-35% ഇൻകം ടാക്സ്, സർചാർജ്, സെസ് എന്നൊക്കെ പറഞ്ഞ് ഏകദേശം, അതായത് ലോട്ടറി എടുക്കുന്നതിനേക്കാൾ ലാഭം ഏജന്റ് ആകുന്നതാണ്. ഡെഫിനറ്റ്ലി കൂടുതൽ ചാൻസസ് കിട്ടാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10-30-35 ലക്ഷം രൂപയോളം
ഈ 1 കോടിയുടെ കണക്കിൽ കേട്ടോ ടാക്സ് വരും, ടാക്സ് ആയിട്ട് വരും. അപ്പോൾ ബാക്കി 30 ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 കോടി അടിച്ച ആൾക്ക് ഒരു 50 സംതിങ്ങിൻ്റെ ഒക്കെ അടുത്ത് കിട്ടും, കയ്യിൽ കിട്ടും. ഇങ്ങനെയാണ് ഏകദേശം ഒരു കണക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു മാറ്റർ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളൊരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലൊരു പൈസ കിട്ടുമല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക, ഓക്കെ പിടിക്കാനുള്ളതൊക്കെ പിടിച്ചിട്ടാണ് ബാക്കി കിട്ടിയത് എന്നാണ്. ഇത് സാധാരണ ആളുകളാണല്ലോ അതൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്ക് 1 കോടിയുടെ ലോട്ടറി അടിച്ചു, 60 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ വിചാരിച്ചത് പിടിക്കാനുള്ളതൊക്കെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇതെടുത്ത് ലാവിഷായിട്ട് ചിലവഴിക്കും. അടിച്ചു എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ആളുകൾ വരും, അങ്ങോട്ടൊക്കെ കൊടുത്ത് സാധനം തീരും. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് വരുന്നത്. ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇൻകം ടാക്സിൽ ഒരു നോട്ടീസ് വരും. നിങ്ങളിതിങ്ങനെ 3-4 വർഷം മുമ്പ് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു, 1 കോടി രൂപ ലോട്ടറി അടിച്ചു. അപ്പോൾ ഇതിൽ ഒരു സർചാർജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഭയങ്കര വലിയ തുക ഇൻകം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ? അതായത് ഒരു 50 ലക്ഷത്തിലേക്കാട്ടും മേലെ ഇൻകം ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ലോട്ടറിയുടെ കേസിൽ അത് എപ്പോഴും വരും സർചാർജ്. ഒരു എമൗണ്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സർചാർജ് വരും. അപ്പോൾ ഈ ടാക്സ്, അതായത് ഇവർ TDS പിടിച്ചപ്പോഴുണ്ടല്ലോ, ഈ ടാക്സ് പിടിച്ചപ്പോൾ ഇൻകം ടാക്സ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതിലൊരു സർചാർജ്, സെസ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വകുപ്പുകളുണ്ട് അതിൽ. ഇത് പിടിച്ചിട്ടില്ല. ഈ സർചാർജും സെസ്സും ഒക്കെ ഇൻകം ടാക്സിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു ഇരട്ടക്കുട്ടികൾ എന്നൊക്കെ പറയാം, ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. നിങ്ങൾ ഒരുമിച്ച് പിടിച്ചാൽ മതി. അപ്പോൾ ഇവർ പിടിക്കുമ്പോൾ ഈ ഇൻകം ടാക്സ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ, സർചാർജ് പിടിച്ചിട്ടില്ല, അതിന്റെ സെസ് പിടിച്ചിട്ടില്ല. അപ്പോൾ 1 കോടി രൂപ ലോട്ടറി അടിച്ചതിൻ്റെ അടുത്ത് പറയുകയാണ്, ഇനി നിങ്ങളൊരു ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടേ പറയുകയാണ്, നിങ്ങളൊരു 6-7 ലക്ഷം രൂപ കൂടി ഇനി അടയ്ക്കാനുണ്ട്, അതിൻ്റെ പലിശയൊക്കെ കൂട്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ 10-13 ലക്ഷം രൂപ ആയിട്ടുണ്ടാവും, ഇതടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് വരികയാണ്. അപ്പോൾ ഈ നോട്ടീസ് കിട്ടുമ്പോൾ പലരും നമ്മളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ഇവൻ ചായക്കടക്കാരന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂസ് വന്നു. അപ്പോൾ 3-4 വർഷം കഴിഞ്ഞ് ചേട്ടൻ വരുമ്പോൾ ചോദിക്കും, ഇപ്പോൾ ചേട്ടൻ എന്താ ചെയ്യണം, ഞാനിപ്പോഴും ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പൈസ കിട്ടി, ഓൾമോസ്റ്റ് അതൊക്കെ എവിടെയൊക്കെയോ പോയി, ഇപ്പോൾ വീണ്ടും ഡെയിലി കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ 5 ലക്ഷം അടയ്ക്കണം അല്ലെങ്കിൽ 8 ലക്ഷം അടയ്ക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് വരുന്നത്. അപ്പോൾ ഒരു പരിതാപകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയില്ലേ. അതായത് ഇതിലെന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻകം ടാക്സ് ആക്റ്റിലുള്ളൊരു ഒരു ടെക്നിക്കൽ പ്രശ്നമാണത്. അതായത് അവർ ഈ TDS മാത്രം, അതായത് ലോട്ടറി അടിക്കുമ്പോൾ ഈ പിടിക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ, TDS ഉണ്ടല്ലോ, ഈ TDSൽ ആ ഒരു ഇൻകം ടാക്സിൻ്റെ എലമെൻറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പിടിക്കുന്നുള്ളൂ. ഈ സർചാർജും സെസ്സും കൂടി പിടിച്ച് അപ്പം തന്നെ ഈ കണക്ക് അവസാനിപ്പിച്ച് ഇവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പറയുമല്ലോ നമ്മൾ. ഇത് ഓഫീസറെ ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ പോരല്ലോ, ഇതൊക്കെ ഒരു ക്രിമിനൽ ഒരു പരിപാടിയായിട്ട് കണക്കാക്കേണ്ടതല്ലേ. കാരണം ഇപ്പം നിയമത്തിന്റെ അറിവില്ലായ്മ, മറ്റേ വലിയ തത്വമൊക്കെ പറയുമല്ലോ, നോട്ട് എക്സ്ക്യൂസ് എന്നൊക്കെ പറയും. ഇത് ഏത് കാലത്താ? ഇത് മോശയുടെ കാലത്താ. മോശയുടെ കാലത്ത് 10 നിയമം ഉണ്ടായിരുന്നുള്ളൂ. ആ 10 നിയമം ഉള്ളപ്പോൾ നമുക്ക് പറയാം, കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, ഇതൊക്കെ അറിയത്തില്ല എന്ന് നമുക്ക് പറഞ്ഞ് എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല. ഇന്നിപ്പം വലിയ കെട്ടിടങ്ങൾ നിറച്ച് നിയമപുസ്തകങ്ങൾ, അതിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇഗ്നോറൻസ് ഓഫ് ദ ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി എന്തായാലും പറയണ്ടേ, ദഹിക്കില്ല എന്ന് പറയാൻ. അത് പക്ഷെ നമ്മളൊരു നിയമതത്വമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് ചോദിക്കാനൊന്നും പറ്റത്തില്ല. നിയമം എല്ലാം പഠിച്ചിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ജീവിക്കുന്നത് നിയമം അനുസരിക്കാനല്ലല്ലോ. നമുക്ക് ജീവിക്കുമ്പോൾ കുറച്ച് നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നു. ഇതൊരുമാതിരി എല്ലാം തലതിരിച്ചാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഭയങ്കര എന്താ പറയാ, തുടക്കത്തിലെ പരിഹരിക്കേണ്ട ഒരു സാധനം, ഒരു മാറ്ററാണ്. ഞാൻ ഒരുപാട് ഇപ്പൊ നമുക്കിപ്പോ പബ്ലിക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബഡ്ജറ്റിന് മുമ്പ് അവരൊരു സജഷൻസ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 3-4 years ആയിട്ട് ഞാൻ ഈ ഒരു സജഷൻ കൊടുക്കാറുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ്, കാരണം ഇപ്പോൾ മിക്കവാറും കേരളത്തിൽ മാത്രമേ ഈ ലോട്ടറി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് ആളുകളാണ് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പിടിക്കുമ്പോൾ ഇൻകം ടാക്സ് മാത്രമല്ല, ആ സർചാർജും TDS കൂടി പിടിച്ച് കയ്യോടുകൂടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ലോട്ടറി കിട്ടുന്ന പാവങ്ങളെ പിന്നെ വീണ്ടും വിളിച്ച് ഇപ്പുറത്തെ സൈഡിൽ ഓഫീസേഴ്സിനും ഇതൊരു ബുദ്ധിമുട്ടാണ്. അവർക്കും അറിയാം, ഇവരുടെ വിളിച്ച് 3-4 കൊല്ലം കഴിഞ്ഞ് വിളിച്ചു വരുത്തുമ്പോൾ ഇദ്ദേഹം പാപ്പർ സൂട്ടായിട്ടാണ് വരുന്നത്, വണ്ടി കാശ് പോലും എടുക്കാനില്ല എന്ന് ഇവർക്ക് അറിയാം. വളരെ എനിക്ക് തോന്നുന്നു ലോട്ടറിയുടെ കേസ് അങ്ങനെയാണ് കേട്ടോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അതായത് ഇതൊരു എന്താ
അല്ല, ഈ ലോട്ടറി കാശിനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം എപ്പോഴും കേൾക്കാറുണ്ട്. ആ പൈസ അടിച്ച ആളുടെ കയ്യിൽ അധികം കാലം നിൽക്കാറില്ല. അത് വേറൊരു മാറ്റർ ഉള്ളത് കെന്നി, അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ലെസൺ ആണ്. അതായത് പെട്ടെന്ന് ഒരാൾക്ക് ഇതെങ്ങനെ ഇപ്പൊ നമ്മുടെ കയ്യിൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ ഒരു ബെൻസ് കാർ കൊടുത്താൽ അയാൾ എന്താ കാണിക്കുക? അതേപോലെ ഇനിയാണ് ഈ സംഭവം. അതായത് ഈ ക്യാഷ് എങ്ങനെയാണെന്ന് മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ പെട്ടെന്ന് പൈസ വരുമ്പോൾ ഇതെന്താ ചെയ്യാന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം അങ്ങനെ അത് നാശകോശമായിട്ട് പോയിട്ടിരിക്കുന്ന സമയത്താണ് ഇൻകം ടാക്സിന്റെ നോട്ടീസും കൂടി വന്ന് ഇനി 5 ലക്ഷം അടയ്ക്കണം, 6 ലക്ഷം അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലൊരു ടെക്നിക്കൽ മാറ്റർ അപ്പുറത്തെ സൈഡിൽ ഒരൊറ്റ അമെൻമെന്റിൽ ക്ലിയർ ചെയ്യാവുന്ന ഒരു ചെറിയൊരു മാറ്ററാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ 2026 ബഡ്ജറ്റിൽ വരും എന്ന് വിചാരിക്കാം. അല്ല, ഇത് ഇപ്പം താങ്കൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് റേസ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു റിക്വസ്റ്റ് റേസ് ചെയ്യുന്നുള്ളവരാരും അറിയുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികളുണ്ട്. ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്, എനിക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. എം എൽ എയുടെ അടുത്ത് ആൾക്കാർ പോയി പറയുന്ന പരാതി എന്ന് പറയുന്നത് റോഡ്, തോട്, കുഴി, ലൈറ്റ്. എം എൽ എ പ്രകടന പത്രികയിൽ വെക്കുന്നത് ഞാൻ ചന്തയിൽ ഹെഡ് മാസ്റ്റ് സ്ഥാപിച്ചു. മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്ന് പറയുന്ന ആളുടെ പണിയാണോ ലൈറ്റ് മാസ്റ്റ് വെപ്പിക്കല്? ഇപ്പം ഞാൻ ഈയിടെ ഒരു പ്രസംഗം കണ്ടു. ഇപ്പം എൻ്റെ മണ്ഡലത്തിലെ എം എൽ എ പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന പഞ്ചായത്തിൻ്റെ ഒരു കക്ഷി പ്രസംഗിക്കുമ്പം പുള്ളി എം എൽ എയെ വിമർശിക്കുവാണ്. 5 വർഷമായിട്ട് എം എൽ എ വികസനമൊന്നും കൊണ്ടുവന്നില്ലെന്ന്. മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് എന്ത് വികസനം കൊണ്ടുവരണ ഉത്തരവാദിത്വം ഉള്ളത്? എം എൽ എ ഫണ്ടുണ്ട്, എം എൽ എ ഫണ്ട് പോലും അയാൾക്ക് ചിലവാക്കാൻ പറ്റില്ലല്ലോ. പുള്ളിക്ക് സജഷൻ കൊടുക്കാം. കളക്ടറും അനുബന്ധ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും വേണമല്ലോ ബാക്കി ചെലവഴിക്കാൻ. അപ്പൊ എം എൽ എ വെറുതെ ഇരുന്ന് പഴി കേൾക്കുക. പ്രോജക്റ്റ് നടക്കാത്ത എം എൽ എയുടെ കുഴപ്പം കൊണ്ടല്ല, എം എൽ എ കത്തെഴുതും, എം എൽ എ കത്തെഴുതിയ വല്ലതും നടക്കുമോ? പക്ഷെ പുള്ളിയെ ഇങ്ങനെ കുറ്റം പറയാൻ ഒരു മാർഗമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. എന്നാൽ വേറൊരു കോമഡി ഉണ്ട്. ഈ എം എൽ എ വാ തുറന്ന രക്ഷണം പറയില്ല ഇത് എൻ്റെ കയ്യിലല്ല എന്ന് പറയൂല. കാരണം ഈ പ്രോജക്റ്റ് നടന്നു കഴിയുമ്പോൾ കോഡിങ് അടിക്കാൻ പുള്ളി ഉണ്ടാവും. അപ്പൊ ഇത് മൊത്തത്തിൽ നാട്ടുകാരെ ഒരു പ്രത്യേക രീതിയിൽ പറ്റിച്ച് നമ്മുടെ അറിവില്ലായ്മയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അല്ലേ അവർ ആക്ച്വലി ഇടപെടേണ്ടത്. അത് ഒരു കൾച്ചറൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ, എന്നാലാണ്. അതായത് പതുക്കെ ഇതുപോലെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലോട്ടറി അടിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് 3-4 കൊല്ലം കഴിഞ്ഞ് നോട്ടീസ് വരുന്നതിനെക്കാട്ടും മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ പൈസയിൽ നിന്ന് കുറച്ചും കൂടി പൈസ നിങ്ങൾ അടയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, ബാക്കി അടയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 8 ലക്ഷം അടയ്ക്കണം, 12 ലക്ഷം അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വരും എന്ന് പറഞ്ഞു. അന്നേരം ലോൺ എടുക്കേണ്ടി വരും. അന്നേരം ലോൺ എടുക്കാനും ലോൺ പോലും കിട്ടില്ല. കാരണം എന്തെങ്കിലും ആസ്തി ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ ലോൺ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരുപാട് നോട്ടീസുകൾ, കാരണം ഇപ്പോൾ കേരളത്തിന്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ 1 കോടി വെച്ചിട്ട് ഓരോ ദിവസം ലോട്ടറി അടിച്ച് കോടീശ്വരന്മാർ ഓരോ ദിവസം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ദിവസം ഓരോരുത്തർ വെച്ചിട്ട് ഈ ഒരു ട്രാപ്പിൽ പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലോട്ടറി കിട്ടുന്നു 1 കോടി, ഓക്കെ 90 ലക്ഷം. അപ്പോൾ ഇത്രയും മാത്രമാണ് പിടിക്കുന്നുള്ളൂ, ബാക്കി അവിടെ പിടിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ വേറൊരു എലമെന്റും കൂടി ഉണ്ട് കെന്നി ഇതിൽ. എന്നാൽ ഇപ്പോൾ ഈ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് അവർക്കൊരു ഗൈഡൻസ് കൊടുത്തുകൂടെ? അതായത് ലോട്ടറി കിട്ടുന്ന ആളുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരു പേപ്പറിൻ്റെ കഷ്ണത്തിലൊന്ന് എഴുതി കൊടുക്കുക, നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്, ഇത്ര നിങ്ങൾ അടയ്ക്കാനുണ്ട്, ഇത്ര നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ജസ്റ്റ് ഒരു അവയർനെസ് അവർക്കും കൊടുക്കാം. നമ്മൾ കംപ്ലീറ്റ് സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല അതിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല. എനിക്ക് തോന്നുന്നു അതൊരു അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒരു കമ്പാഷൻ വേണമല്ലോ നമുക്ക് ആദ്യം. നമ്മളൊരു റോബോട്ടായിട്ടല്ല ഇവിടെ ഇരുന്ന് പണിയെടുക്കുന്നതെന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ശരിയാണ്. ഈ ചട്ടപ്പടി എന്ന് പറയുന്ന ഒരു പരിപാടിയാണല്ലോ. അതായത് നമ്മൾ ആ കസേര ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇമോഷൻസ് ഇല്ല. നമ്മുടെ മുന്നിൽ നിൽക്കുന്നവൻ മനുഷ്യനാണോ മൃഗമാണോ അവൻ രോഗിയാണോ ഒന്നും അറിയണ്ടാത്ത ഒരു അങ്ങനെ അതിനെ മോൾഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്, വെച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതൊക്കെ മാറുന്നത് ഇനി എങ്ങനെ മാറും എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം ലോട്ടറി എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. സ്ഥലം വാങ്ങുന്നതും വിൽക്കുന്നതും എപ്പോഴും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഒരു രജിസ്ട്രാർ ഓഫീസ് ആയിരിക്കും. സുബിൻ ഇനി നമ്മുടെ അടുത്തത് പറയാനുള്ള കഥ ഒരു സ്ഥലം വിറ്റ കഥയാണ്, അല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ചില കുഴപ്പങ്ങളുടെ കഥ. ആക്ച്വലി നമ്മളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം അല്ല അത്. എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്.
നമുക്ക് പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ TDS അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ സ്ഥലം വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ കണക്ട് ചെയ്യാറുള്ളത്. ഇത് ഞാൻ തന്നെ വന്ന് തല വെച്ച് കൊടുത്ത ഒരു സ്റ്റോറി. ഇതൊരു പ്രോപ്പർ തട്ടിപ്പിന്റെ കഥയാണല്ലോ. ഒരു അംബിഗ്വിറ്റിയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഒന്നും അല്ലല്ലോ, ശരിക്കും ഒരാൾ പറ്റിക്കാൻ ശ്രമിച്ച കഥയാണ്. സ്റ്റോറി നടക്കുന്നത് എൻ്റെ വൈഫ് ഹൗസ് കൊല്ലത്താണ്. അപ്പോൾ വൈഫിൻ്റെ അമ്മയ്ക്ക് കൊല്ലം ടൗണിൽ തന്നെ കേട്ടോ, കൊല്ലം ടൗണിൽ തന്നെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു 3 നില ബിൽഡിംഗ്, ഒരു 2 സെൻറ്റ് സ്ഥലം, ടൗണിൽ തന്നെയാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇത് വിൽക്കാനായിട്ട് എന്ത് വരുന്നു, നമ്മൾ തീരുമാനമാകുന്നു, നമുക്കൊരു ബയ്യർ വരുന്നു. ബയ്യർ എല്ലാം ഓക്കെയാണ്, അതായത് ബയ്യർ വരുന്നു, നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇരിഞ്ഞാലക്കുടിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ആരുമില്ല, കൊല്ലത്ത് ആരും താമസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അമ്മ ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ വന്നു, നമ്മളൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അതായത് കാലത്ത് നമ്മൾ മോർണിംഗിൽ പോകുന്നു, ഡീല് നടക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ പ്ലാനിങ്. ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ചെല്ലുന്നു. ഈ ബയ്യർ ഉണ്ടല്ലോ, ബയ്യർ നമുക്ക് പൈസയൊക്കെ, കാരണം വെച്ചാൽ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പറയുന്നത്, നമ്മൾ രജിസ്ട്രാറിൻ്റെ അടുത്ത്, അതിന് തൊട്ട് മുമ്പ് അപ്പുറത്തെ റൂമിലിരുന്നിട്ട് ഇത് വായിച്ച് കേൾപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയാണ് കഥ, ഇന്ന ആൾക്ക് ബൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആധാര എഴുത്തുകാർ ചിലപ്പോൾ ഓൾറെഡി ഒരു ഡ്രാഫ്റ്റൊക്കെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം ഇതൊരു റിഹേഴ്സൽ, ഫൈനൽ റിഹേഴ്സൽ എന്നൊക്കെ പറയുമല്ലോ, ഇതേപോലെ അടുത്ത വായനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്ട്രാർ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഒപ്പിടുന്നതിന് തൊട്ട് മുൻപ് ഇതിൻ്റെ ഒരു സർവേ നമ്പർ കണ്ടിട്ട് രജിസ്ട്രാർ ചെറുതായിട്ടൊന്നും, ഇദ്ദേഹത്തിൻ്റെ ഈ സർവേ നമ്പറിലുണ്ടല്ലോ, ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളാകെ സ്റ്റണ്ടായിപ്പോയി. അതായത് നമ്മൾ ഇത്രയും വർഷങ്ങളോളം നികുതി അടച്ചു പോരുന്ന ഈ പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഈസി ഒക്കെ എടുത്ത് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ കുടികടയൊക്കെ എടുത്തപ്പോൾ പോലും ഒരു വര പോലും ഇല്ലാത്ത ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ സംഭവം, രജിസ്റ്റർ ചെയ്യാൻ എന്താ പറ്റാത്തത്? ഇതൊരു റിസീവറുടെ ഭരണത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ സിനിമയിലൊക്കെയാണ് ഈ റിസീവറുടെ കഥയൊക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചുമരിൻ്റെ ബാക്കിൽ കുറച്ച് സർവേ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. 32, 42 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സർവേ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ചുമരിൻ്റെ ബാക്കിലുള്ള സർവേ നമ്പറുകളിലുള്ള പ്രോപ്പർട്ടി റിസീവറുടെ ഭരണത്തിലുള്ളതാണ്, ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക തന്നെ. അതായത് ബയ്യറുണ്ട്, സെല്ലറുണ്ട്, സാക്ഷികൾ, ആധാര എഴുത്തുകാർ, എല്ലാവരും നമ്മൾ വന്നിട്ട് നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരെടുത്താണ്. നിങ്ങളുടെ ഭാഗമല്ല ആലോചിക്കേണ്ടത്, അയാളുടെ നെഞ്ചിടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക. പൈസ നിങ്ങൾക്ക് തരുകയും ചെയ്തു, ഇയാൾക്ക് ട്രാൻസാക്ഷൻ നടത്താനും നിങ്ങൾ തട്ടിപ്പാന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് 92 കണ്ടാ തോന്നുന്നു. 92 തൊട്ട് ഈ 30 വർഷത്തോളം നമ്മൾ ടാക്സ് അടച്ച് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് അവിടെ നമ്മൾ വാടകയ്ക്ക് വരെ കൊടുത്ത പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോൾ ഇത് റിസീവറാണ്, നമ്മൾ ഈ ദൈവം എന്നൊക്കെ പറയുന്ന പോലെ റിസീവറുടെ ഭരണത്തിലുള്ള പ്രോപ്പർട്ടിയാണത് എന്ന് പറയുന്നത്. അങ്ങനെ അപ്പം നമുക്കിതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. ഇതിപ്പോൾ നമ്മളപ്പോൾ ഇനി ഇത് അന്വേഷിച്ച് പോവുകയാണ്, ഇത് എന്ത് സംഭവം. അപ്പോൾ രജിസ്ട്രാർ കുറച്ച് പേപ്പറുകളൊക്കെ എടുത്ത് തരുന്നു. അതും നമുക്ക് തരില്ല, നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും അവിടെ പെർമിഷൻ ഇല്ല. ഇദ്ദേഹം പൊത്തിയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഇത് നമ്മളിത് എഴുതി തരുന്നത്. നമുക്ക് സോൾവ് ചെയ്യണം. സീക്രസി എന്താണ്? പബ്ലിക് ഡോക്യുമെന്റ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് പബ്ലിക് ഡോക്യുമെന്റ് ആണല്ലോ മാഡം, ഇത് ഞങ്ങൾക്ക് എന്താ സംഭവം, നമുക്ക് സോൾവ് ചെയ്യണ്ടേ, ഇതെന്താ സംഭവം എന്ന് അറിയണം. അപ്പോൾ ഇത് എഴുതിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഞാൻ പറഞ്ഞത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ നമുക്കൊരു RTI ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരേണ്ട ഡോക്യുമെന്റ് അല്ലേ, അപ്പോൾ നിങ്ങൾ RTI ഇടുമോ, 30 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തരാം എന്നതാണ് ലൈൻ. അപ്പം നമുക്കിത് സോൾവ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ജസ്റ്റ് ചായ കുടിക്കുന്നത് പോലെ ഒന്ന് ട്രാൻസാക്ഷൻ നടത്താമെന്ന് വിചാരിച്ച് വന്നിട്ട് നമ്മൾ ഏതാണ്ട് വിട്ടുപോയ അവസ്ഥയെന്ന് പറയില്ലേ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോവുകയാണ്. ഇത് എന്താണ് റിസീവർ, ഇത് എന്താ സംഭവം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പറയുന്നത് ഏതോ ഒരു കോടതിയുടെ കേസിൻ്റെ 100-125 കൊല്ലം മുമ്പൊക്കെ പഴക്കമുള്ളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു IP എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പാപ്പരാസി എന്നൊക്കെ പറയില്ലേ, അതായത് അങ്ങനെ ഒരു പാപ്പർ സ്യൂട്ട് ഹർജി ഒക്കെ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസൊക്കെയാണ്. അപ്പോൾ അത് കാരണം അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കൊല്ലം ടൗണിലുള്ള ഒരുപാട് ഏരിയകളുണ്ടല്ലോ ഈ റിസീവറുടെ ഭരണത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മളിതിനെപ്പറ്റി ഒരു അന്വേഷണം, ജസ്റ്റ് നമ്മൾ നാച്ചുറലി ഇത് സോൾവ് ചെയ്യണമല്ലോ.
അപ്പോൾ നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ നമ്മൾ വേറെ കുറച്ച് അപ്പുറത്ത് ആധാര എഴുത്തുകാർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് നമ്മളുടെ ഈ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആക്ച്വലി നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രോപ്പർട്ടി അല്ല. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്കോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതെന്താ മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ സർവേ നമ്പറുകളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലിപ്പോൾ സർവേ നമ്പർ 84 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട്. ഈ 84 എന്ന് പറഞ്ഞാൽ ഇത് ഓൾഡ് സർവേ നമ്പറാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏക്കർ കണക്കിന് ഭൂമികളുണ്ട്. 5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് വിചാരിക്കും പഴയ സർവേ നമ്പറിൽ. ഈ ഒരു ഇതിൽ 5 ഏക്കർ ഭൂമി 100 കണക്കിന് ആൾക്കാരുടെ പേരിലായിരിക്കും ഇത് ഉള്ളത്. ടൗണൊക്കെ ആകുമ്പോൾ എല്ലാം ചെറിയ ചെറിയ പീസുകളാണ്. 2 സെന്റ് 5 സെന്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 ഏക്കർ അങ്ങാണ്ട് ഉണ്ട്. ഈ ഒരു പഴയ സർവേ നമ്പറിൽ 3 ഏക്കറിൻ്റെ ഉള്ളിലുള്ള ഈ പ്ലോട്ടിൽ 15 സെന്റിന് മാത്രമാണ് എന്തുള്ളത്, ഈ പ്രോബ്ലം ഉള്ളത്. അവർ പറയുന്നത് റിസീവറൊക്കെ ഉള്ളത് തന്നെയാണ്, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ 3 ഏക്കറിലും കൂടുതലുള്ള ഈ സ്ഥലത്തിൽ ഈ 15 സെന്റിന് മാത്രമാണ് എന്തുള്ളൂ, ഈ പ്രോബ്ലം ഉള്ളൂ. അതുപോലെ വേറെ ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഏക്കറിൽ ഈ 15 സെന്റിനേ ഉള്ളൂ, നമ്മുടെ പ്ലോട്ടിൽ ഇതിൽ വരുന്നില്ല. പക്ഷെ ഇതൊരു ബൈ ക്ലറിക്കൽ മിസ്റ്റേക്കോ എന്തോ ഇവിടെ ഈ സർവേ നമ്പർ മാത്രമേ ഉള്ളൂ. അതായത് ഈ സർവേ നമ്പറിലുള്ള പ്ലോട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനി എന്താണ് വഴി? ഇനിയിപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യണ്ടേ? അതായത് നമുക്കറിയാം ഇത് നമ്മുടെ പ്രോപ്പർട്ടി ഈ പ്രോബ്ലത്തിലുള്ളതല്ല എന്ന് നമുക്കറിയാം. പിന്നെ രജിസ്റ്റർ ചെയ്യണം. ഇത് നമ്മൾ ഇനിയിത് പ്രൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമ്മളുടെയാണ്. അതായത് നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു സബ് രജിസ്ട്രാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി റിസീവർ ഉണ്ടല്ലോ, ഒന്നുകിൽ റിസീവറുടെ അടുത്ത് നമ്മളൊരു NOC വാങ്ങിക്കണം. ഇത് എൻ്റെ ഇതിൽ വരുന്നതല്ല പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഒരു NOC വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പോയിട്ട് NOC വാങ്ങിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ ഇത് ആരാ റിസീവർ എന്ന് കണ്ടു കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ വിചാരിക്കണം, നമ്മളിപ്പോൾ ചില വണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇന്ന് കിട്ടും എന്ന് വിചാരിച്ച് വർക്ക്ഷോപ്പിൽ നിൽക്കുമല്ലോ. അപ്പോൾ അവർ പറയും ചേട്ടാ അതൊരു മാസമൊക്കെ എടുക്കും എന്ന് പറയണ പോലെ. അപ്പോൾ നമ്മൾ അന്ന് ഡേ എൻഡിൽ നമ്മളൊരു റിയാലിറ്റി മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന് നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റേതായ ചില വഴികളുണ്ട് ഇതിൽ. അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കോക്കസ് ബിൽഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. നിങ്ങളെ ബയർ എന്ത് പറഞ്ഞു? പൈസ ഭാഗ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബൈ ഡയറക്റ്റ് എല്ലാവരും പറയുന്നുണ്ട്. അതായത് നമ്മളത് അന്ന് തന്നെ വില്ലേജ് ഓഫീസിൽ പോയിരുന്നുണ്ട്. നമ്മൾ പറയുന്നു ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ രജിസ്ട്രേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പോക്കുവരവിന് വല്ല പ്രശ്നം ചോദിക്കുന്നു. ആൾ പറയുന്നത് ഒരു പ്രശ്നവുമില്ല. ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ, അതൊക്കെ വേറെ സ്ഥലത്താണ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് സാറൊന്ന് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റില്ല, ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വില്ലേജ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ലെറ്റർ വരികയാണെങ്കിൽ എഴുതി തരാം പറഞ്ഞു. അങ്ങനെ അതൊന്നും നടന്നു കേട്ടോ. ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു നമുക്കിത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ, ഇതൊന്ന് തീർത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് പോരണ്ടേ, ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നു. അപ്പോൾ ഇവരുടെ ഈ രജിസ്ട്രാറുടെ ബാക്കിലുള്ള കടലാസും കഷ്ണത്തിൽ എഴുതിയേക്കുന്നത് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളൊരു പത്രപരസ്യമൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് പറ്റില്ല, വിറ്റാൽ പോക്കുവരവ് നടത്താൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് ഈ പ്രോപ്പർട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇത് നിങ്ങൾക്ക് പോക്കുവരവൊക്കെ നടത്താം. അപ്പോഴാണ് നമ്മളിത് എഴുതി തരാനായിട്ട് പറയുന്നത്. അപ്പോൾ എഴുതി തരാൻ പറയുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു മെയിൽ അങ്ങോട്ട് ചെല്ലണം, എന്നാലാണത് എഴുതി തരുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു മെയിൽ അയക്കാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റർ ഓഫീസുകാർ മെയിൽ അയച്ചത് എന്താ ഒരു അടിമുടി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെയിലാണ് അങ്ങോട്ട് അയച്ചത്. സ്ട്രൈറ്റ് അവേ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ മെയിൽ അയച്ചിട്ട് അങ്ങോട്ട് ആളെ വിളിക്കുന്നു, നിങ്ങൾ റിപ്ലൈ തരുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ റൈസായിട്ട് പറയുകയാണ് ഒരു സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ തരായിരുന്നു. ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ ഇത് നടക്കില്ല. അപ്പോൾ ആളും അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിപ്ലൈ തരുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 1-2 ദിവസം കൊണ്ട് പരിപാടി നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇനി അടുത്ത സൊല്യൂഷൻ? അപ്പോൾ അടുത്ത സൊല്യൂഷൻ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇതിൻ്റെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറെ പാരലലി ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ എടുത്ത് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഹൈക്കോർട്ടിൽ പോയിട്ട് റിട്ട് പെറ്റീഷൻ ഫയൽ, അതായത് നമ്മൾ വേറെ കുറച്ച് യുദ്ധം തുടങ്ങാം. എക്സാക്ട്ലി. പക്ഷെ യുദ്ധം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ യുദ്ധത്തിനായിട്ട് ഇറങ്ങണം. നമ്മൾ ബാക്കി പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് യുദ്ധത്തിന് ഇറങ്ങണം. നമുക്ക് കയ്യിലിരിക്കുകയാണ്. ഭാഗ്യത്തിന് പിന്നെ ബയ്യർ ഒരു നല്ല ബയ്യറായിരുന്നു. അദ്ദേഹം
മീൻസ് അദ്ദേഹത്തിന് ഒരു ജെനുവിനെസ് മനസ്സിലായി, അതായത് ഈ പ്രോപ്പർട്ടിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, രജിസ്ട്രാർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പറാണ് ഇതിലൊരു. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഐദർ നമ്മൾ യുദ്ധം തുടങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിന് കീഴടങ്ങി ജീവിക്കണം എന്നുള്ളൊരിതിൽ. അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരിപ്പോൾ സീനിയർ സിറ്റിസൺ ആണ്, അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മയാണ്. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് അവിടെ തിരിച്ചു പോയിട്ട് അവരുടെ സ്പിരിച്വൽ ലൈഫൊക്കെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അവർക്കിപ്പോൾ യുദ്ധത്തിനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഇടപെടാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്, അവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മുടേതല്ല, അതായത് നമ്മളുടെ ഈ പ്രോപ്പർട്ടിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേപ്പർ വാങ്ങിക്കണം. ഇതാണ് അടുത്ത ഇതിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്രൊസീജിയറിൽ കൂടെ പോകുന്നു. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പാണ് ആ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 1 to 2 lakhs ഇടയിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവ് വരികയാണ്. അതായത് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഞാനത് നീട്ടി പറയുന്നില്ല. അതായത് പല ചെലവുകളിലായിട്ട് ഒരു ആവശ്യവുമില്ലാതെ നമ്മൾ ഈ ഒരു ക്ലറിക്കൽ എറർ എന്നൊക്കെ പറയാമല്ലോ. അത് ക്ലറിക്കൽ എറർ ആണോ അതോ മനഃപൂർവ്വമാണോ? ഇവൻ ദോ ക്ലറിക്കൽ എറർ ആണെന്ന് തന്നെ വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോടതിക്ക് തന്നെ ഇപ്പം ഇതിൽ ഇത്രയുള്ള മാറ്റർ, അതായത് ഇപ്പോൾ ഒരു 84 എന്നുള്ള സർവേ നമ്പറിൽ ഉള്ള പ്രോപ്പർട്ടീനെ രജിസ്റ്റർ ചെയ്യുക. പക്ഷേ 84 എന്നുള്ള സർവേ നമ്പറിൽ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സർവേ നമ്പറിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അതിൽ ആകെ ഒരു 10-15 സെൻറ്റിന് മാത്രമാണ് ഈ പ്രോബിൾ ഉള്ളത്. അപ്പോൾ ഈ പ്രോബിൾ ഉള്ളത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് വെറുതെ ചായ കുടിക്കാൻ പറഞ്ഞ പോലെ പോയി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ച ട്രാൻസാക്ഷൻ ആക്ച്വലി നടക്കുന്നത് ഒരു മാസം 1.5 മാസത്തിനുള്ളിലാണ്. ഇതിനകത്ത് ആക്ച്വലി ഇങ്ങനെ ഇപ്പോൾ നമുക്കൊക്കെ ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് അങ്ങ് സിസ്റ്റത്തിന് കൊടുക്കാം, ഇതൊരു ക്ലറിക്കൽ എറർ സംഭവിച്ചതാണ്. പക്ഷേ ഈ ക്ലറിക്കൽ എറർ സംഭവിച്ചു എന്നുള്ള ഫാക്റ്റ് തിരുത്താതെ ഈ സിസ്റ്റവും ആ സിസ്റ്റത്തിനകത്തുള്ള ആളുകളും നമ്മളെ മുതലെടുക്കുമല്ലേ? തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഇങ്ങനൊരു ക്ലറിക്കൽ എറർ സംഭവിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇതിൽ വേറൊരു തമാശ കൂടി ഉണ്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ തൊട്ട് അപ്പുറത്തുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ നാലതിരെന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ അതേപോലെ നമ്മുടെ തൊട്ട് അപ്പുറത്തുള്ള ബാക്കിലും ഫ്രണ്ടിലും അപ്പുറത്തൊക്കെ ഉള്ള പ്രോപ്പർട്ടികളുണ്ടല്ലോ, ഇത് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ വിറ്റ് പോയിട്ടുണ്ട്, വളരെ ക്യാഷ്വലി വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഒബ്ജക്ഷൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് കഴിഞ്ഞ മാസം ഈ ഒരു പ്രോപ്പർട്ടി അപ്പുറത്തെ പ്രോപ്പർട്ടി വിറ്റ് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ NOC ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ അത് മിസ്സായി പോയത്. ഇപ്പം ഞങ്ങൾ പക്ഷേ കണ്ടുപിടിച്ചു ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലുള്ള ഇപ്പോൾ നമ്മളുടെ ഇപ്പുറത്തെ ഒരു ലോബി എന്ന് പറഞ്ഞല്ലോ ഞാൻ, അതായത് ഇതിനെ ക്യാഷ് ചെയ്യുന്ന അപ്പോൾ അവർ വിചാരിക്കണത് ആരൊക്കെയാണ് ഇനി രക്ഷപ്പെട്ടു പോയ ആൾക്കാർ, എന്നാൽ ഇനി അവരെ പോയി പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. NOC ഇല്ലാതെ പോവാം ഇനി. അതായത് അതൊരു ആക്ച്വലി ഒരു വരുമാന മാർഗം. അതായത് അവിടെ ഒരു പ്രോബ്ലം ഇല്ല ആക്ച്വലി, NOCയുടെ ആവശ്യമില്ല. അതായത് കുളം ഒന്ന് കലക്കി ഇനി ഒന്നും കൂടി ഒന്ന് കലക്കാം എന്നുള്ളതിൽ. അതായത് NOC ഇല്ലാതെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നവരെ ഞങ്ങളൊന്ന് കാണട്ടെ, അപ്പോൾ അവന് നോട്ടീസ് അയക്കുക, ബാക്കി പരിപാടികൾ നടത്താം. അപ്പോൾ ഇതൊരു കുഞ്ഞ് ക്ലറിക്കൽ എറർ ഒരുപാട് ആളുകളുടെ സമയം, അതുപോലെ തന്നെ എനർജി, പണം ഒരു ആവശ്യമില്ലാതെയാണേ. അല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും തട്ടിപ്പാണല്ലോ. ഇതൊക്കെ മനഃപൂർവ്വമുള്ള ഒരിതാണല്ലോ, നമ്മളൊരു കൈക്കൂലി വാങ്ങിക്കാനായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംഭവമാണല്ലോ. ഇത് ആക്ച്വലി ഇവിടെയുമൊക്കെ എനിക്ക് തോന്നുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഈ പ്രശ്നത്തിൽ പെട്ടവരാരും ഈ കഥ പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്വാൻസ് സ്റ്റെപ്പ് വെക്കായിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇങ്ങനെ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നാളെ നമ്മൾ സ്ഥലം വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ പോകുമ്പോൾ ഈ വീഡിയോ കണ്ട ഒരാൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യും, നേരത്തെ ഒന്ന് പരിശോധിക്കണം. ഇനി അഥവാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. ഇതിലിപ്പോൾ നമുക്ക് ഒരു ഇഷ്യൂ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലൈമാക്സിലാണ് ഇതറിയണത്. നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയി ഇരുന്ന് രജിസ്ട്രാറുടെ മേശപ്പുറത്ത് വന്ന് സൈനൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇത് റിസീവറുടെ ഭരണത്തിലുള്ള പ്രോപ്പർട്ടി ആണെന്ന്. അല്ല, ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഭയങ്കര കോമഡികൾ.
ഇപ്പം നമുക്ക് ഒബ്വിയസ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, രജിസ്റ്റർ ചെയ്ത് കൊടുത്ത കെട്ടിടം പൊളിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ അതിൽപ്പോൾ ഒരു ദുരന്തം സംഭവിക്കാനില്ല, ആർക്കും ഉത്തരവാദിത്വമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ റീസർവേ, ഡിജിറ്റൽ സർവേ എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് അവർ ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എൻ്റെ സ്ഥലം എടുത്ത് അയലോക്കാരൻ്റെ പേരിലാക്കുക, അയലോക്കാരൻ്റെ സ്ഥലം എൻ്റെ പേരിലാക്കുക, കുറച്ച് സ്ഥലം പുറമ്പോക്കാക്കുക, എന്നിട്ട് പിന്നെ ഇതെല്ലാം തെറ്റാന്നറിയുമ്പോൾ അദാലത്ത് വിളിക്കുക. നമ്മൾ അവൻ്റെ സൗകര്യത്തിന് നമ്മൾ രേഖയായിട്ട് പോയി അവിടെ ക്യൂ നിന്ന് അവനുണ്ടാക്കിയ തെറ്റ് നമ്മൾ തിരുത്തണം. ഇങ്ങനത്തെയൊക്കെ കോമഡികൾ. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഇതങ്ങ് അനുസരിക്കുവാണ്. ഇപ്പം എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് പേഴ്സണലി ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ചടങ്ങിന് പോയപ്പോൾ രാവിലെ ചടങ്ങിന് മെയിനായിട്ട് നിൽക്കേണ്ട ഗൃഹനാഥനെ കാണുന്നില്ല. അപ്പം പുള്ളി അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവർ ഈ പറയുന്ന കണക്ക് ഇങ്ങനെ സ്ഥലം റീസർവേ കഴിഞ്ഞ് മാറ്റി എഴുതിയത് അയലോക്കാരൻ നോക്കിയപ്പോൾ അയാളുടെ പേരിലോട്ട് വന്നു. അയാൾ അതങ്ങ് ക്ലെയിം ചെയ്തു. അയാൾ റബ്ബർ വെട്ടാൻ തുടങ്ങി. അപ്പോൾ വഴക്കുണ്ടാക്കാൻ പോയേക്കുക. അപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കി വെക്കണേന്ന്. അത് ഉത്തരവാദിത്തമില്ലായ്മയുടെ വേറൊരു ലെവലല്ലേ അത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് പരിഹരിച്ച് ഊരിപ്പോരുക ഇൻഡിവിജ്വലി. അല്ലാതെ നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് ഇത് ഇങ്ങനെ പറ്റൂല. നിങ്ങൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം മുടക്കി പരിഹരിച്ചോണം. ഇപ്പം എൻ്റെ സ്ഥലം നിങ്ങൾ പുറമ്പോക്കാന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദാലത്തിൽ വന്ന് നിന്ന് ബോധിപ്പിക്കേണ്ട ഗതികേട് വരരുത്. അവൻ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ രേഖയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാം. അതല്ലേ വേണ്ടത് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ പിന്നെ ഭയങ്കര ഹൈ വാല്യൂ. ഇപ്പോൾ നമുക്ക് ആകപ്പെട്ടൊരു 10 സെൻറ്റേ ഉള്ളൂ, സ്ഥലമേ ഉള്ളൂ, കഷ്ടപ്പെട്ട് ജീവിക്കുക. അതിനിടെ കൂടെ ഇങ്ങനെ പണി കിട്ടിയാൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി പോകുമല്ലോ. ഇതൊക്കെ ഒരു തരം ചൂഷണമാണ്. അപ്പം ഇത് ആളുകൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ കുറച്ചുകൂടെ തുറന്നു പറയുക എന്നുള്ളതാണ് ഇതിന് വരുമ്പോൾ അത് കുറച്ചുകൂടി ആളുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു പ്രിക്കോഷനെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോണേക്കാട്ടും മുമ്പ് എന്തെങ്കിലും റിസീവറോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്നെങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അതെ. അല്ല മാത്രമല്ല, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടാം. സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ തന്നെ കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു ലീഗൽ ബാക്കപ്പ് ഉള്ള ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ അതിൽ വേറൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോക്കൺ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ഡിനേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില അത്രയും സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന സെല്ലർ ഇയാൾ ജെന്യുവൻ ആണെന്ന് സംശയമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അതായത് അത്രയും സിവിയർ ആയിട്ടുള്ള കേസുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഡിനേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വെറുതെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് അതായത് എന്തോ ഒരു കേസ് കാരണം എന്ന് പറഞ്ഞിട്ട് കടലാസും കഷ്ണം കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അതായത് ഇങ്ങനെയല്ല, അതവിടെ നോട്ട് ചെയ്തിട്ട് അവരുടെ രജിസ്റ്ററിൽ നോട്ട് ചെയ്തിട്ട് തരണം ഇന്ന കാരണം കൊണ്ട്. പക്ഷേ ഈ കാരണം അവിടെ എഴുതി കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം വെറുതെ നമുക്കത് അറിയുന്നില്ലല്ലോ. എല്ലാവരും എല്ലാ നിയമവും പഠിച്ചിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ചില അന്തർധാരകൾ നമ്മളറിയാതെ നടക്കുന്നുണ്ട്. ഈ അന്തർധാരകൾ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആക്കുന്ന ഒരു വലിയ തട്ടിപ്പ് രാജ്യവ്യാപകമായി. അത് നമ്മൾ വിചാരിക്കുന്ന എമൗണ്ടുകളിലൊന്നുമല്ല, കോടിക്കണക്കിന് രൂപ ഡെയിലി കൈക്കൂലി മറിയുന്ന ഒരു കേസാണ്. അത് അറിയാമല്ലോ. നമ്മളെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് പേര്, പ്രത്യേകിച്ച് കാലിക്കറ്റ് അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്നൊക്കെയുള്ള കുട്ടികൾ, അതായത് കോളേജ് പിള്ളേരുകൾ നമ്മളെ കണക്ട് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് തന്നെ കുറേ വളരെ ട്രാജിക് സ്റ്റോറികൾ പലതും എനിക്കറിയാം. അതായത് ലോൺ എടുത്ത പൈസ, ഇപ്പം മക്കളെ പുറത്തു വിടാനായിട്ടൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ലോൺ എടുത്തിട്ട പൈസ അക്കൗണ്ട് ഫ്രീസായി പോയി. അപ്പോൾ ഇവര് ആരോ എവിടെയോ ഒരു തട്ടിപ്പ് നടന്നു എന്നൊരു കഥ. തട്ടിപ്പ് നടന്നു പോലും ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊരു FIR ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട ലെയർ 1, ലെയർ 2, ലെയർ 3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 8-10 ലെയർ താഴോട്ടുള്ള അക്കൗണ്ടുകളിൽ ഫ്രീസാക്കി വെക്കുവാണ്. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെയാണ് ശരിക്കും. അപ്പം 50,000 രൂപയായിരിക്കും തട്ടിപ്പ്, പക്ഷെ 50 കോടിയാണ് ഫ്രീസാക്കി വെച്ചേക്കുന്നത്. അപ്പം എന്നിട്ട് ഇവര് വലിയ തുകകളുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയും ഒരു ഇച്ചിരി പൈസ തന്നാൽ ഊരിത്തരാം. ഇതിങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് പല പല വാർത്തകൾ വന്നു, പല ചർച്ചകളുണ്ടായി. എന്നാലും തട്ടിപ്പുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല. ഈ ഞാനൊരു കേസിൽ കണ്ടത്, അത് ആക്ച്വലി FIR പോലും ഫേക്കാണ്. കാരണം FIR ഇട്ടാൽ അതൊരു രേഖയായല്ലോ, പിന്നെ അതിനെ പരിഹരിക്കാൻ നിൽക്കണമല്ലോ. അപ്പോൾ FIR പോലും ഒരു ഫേക്ക് ഡോക്യുമെൻ്റ് ആണ്. അത് ബാങ്കിലോട്ട് അയച്ചു കൊടുത്ത്
ഫ്രീസ് ആക്കിയിരിക്കുന്നു. ബാങ്ക് എന്ന് പറയുന്നത് വേറെ ഒരു ജന്തുവാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ല, കസ്റ്റമർ ആണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല. മേളിൽ നിന്ന് ഒരു ഓർഡർ വന്നു, ഞങ്ങൾ നിങ്ങളുടെ ഇത് ഫ്രീസ് ആക്കി. ആദ്യകാലങ്ങളിൽ ഒരു അക്കൗണ്ട് മൊത്തം ഫ്രീസ് ആക്കുമായിരുന്നു. ഇടക്കാലത്ത് അത് കോർട്ടൊക്കെ കുറച്ച് കയറി ഇടപെട്ട് കഴിഞ്ഞപ്പം അത് പല പല കേസുകൾ വന്നതിന് ശേഷമാണ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അത് ആ തർക്കത്തുക മാത്രമാക്കി. ഈ റീസെൻ്റ്ലി ഒരു ഓർഡർ വന്നു, ഇങ്ങനത്തെ ഈ തൊണ്ടി മുതൽ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രൊവിഷൻ ഉപയോഗിച്ചാണ് ഇത് ഫ്രീസ് ആക്കുന്നത്. സ്വർണ്ണമൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയാൽ അതാണ് അവർ ബാങ്ക് അക്കൗണ്ടിൽ പ്രയോഗിക്കുന്നത്. അതായത് ഞാൻ താങ്കൾക്ക് ഒരു 10 രൂപ വന്നു, താങ്കൾ ആ 10 രൂപയിൽ 5 രൂപ വേറൊരാൾക്ക് കൊടുത്തു, അപ്പോൾ ഞാൻ തന്ന 10 രൂപയും താങ്കൾ കൊടുത്ത 5 രൂപയും പിന്നെ അവൻ കൊടുത്ത 2 രൂപയും എല്ലാം ഫ്രീസ് അതെല്ലാം ഈ തൊണ്ടി മുതൽ. അപ്പം ഇങ്ങനെ ഫ്രീസ് ആക്കാൻ പാടില്ല എന്ന് ഇപ്പം ബോംബെ ഹൈക്കോടതിയിൽ നിന്നൊരു ക്ലിയർ ഒരു തർക്കമൊന്നും ഇല്ലാത്ത രീതിയിലൊരു ഓർഡർ വന്നു. ഇത് ചെയ്താൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ഫർദർ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്ത് കോമ്പൻസേഷൻ ചോദിച്ചോളാൻ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആ ഓർഡർ എടുത്ത് ബാങ്കിന് അയച്ചു കൊടുത്താൽ നേരത്തെ പോലെ തന്നെയാണല്ലോ, മേളിൽ നിന്നൊരു ഓർഡർ വന്നു അൺഫ്രീസ് ആക്കി, അത്രേ ഉള്ളൂ. ബാങ്കുകാർക്ക് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പോൾ അത് ഒത്തിരി പേരെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു സാധനമാണ്. അതിപ്പം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. അവിടെയും ഇതുപോലെ കുറച്ച് അവയർനെസ് ഒക്കെ പല ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായതുകൊണ്ടൊക്കെയാണ് ഒരു പരിധി വരെയൊക്കെ ആളുകൾക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റിയത്. പക്ഷെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലുണ്ടല്ലോ കെന്നി, അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു 1 or 2 ഒരു 1-1.5 കൊല്ലം അല്ലെങ്കിൽ ഈ കോർട്ട് ഓർഡർ ഇറങ്ങുന്നത് വരെ ഉണ്ടല്ലോ, അത് വരെ ഇവരുടെ ഒരു മണി കൊയ്ത്തെന്ന് പറയില്ലോ, അത് അവർ പരമാവധി ലൂട്ട് ചെയ്തു. അതായത് ഏറ്റവും വലിയ ദുരന്തം എന്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് ഇറ്റ് റൺസ് ഇൻ ടു ക്രോഴ്സ്. ഇത്ര വർഷമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയൊരു തട്ടിപ്പ് നടന്നിട്ട് നമ്മുടെ സംവിധാനം ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു അന്വേഷണമാകട്ടെ ഒരു നടപടിയാകട്ടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ആളുകളുണ്ട്, ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും. അപ്പോൾ അതൊന്നും പരിഹരിക്കാൻ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ ഇത് അറിഞ്ഞിട്ടില്ല, നമ്മുടെ സംവിധാനങ്ങൾ അറിഞ്ഞിട്ടില്ല. ആകപ്പാടെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇടപെട്ടിട്ടുള്ളത് കോടതികളാണ്. അതും കേസ് കൊടുക്കാൻ മാത്രം വലിയ തുക ഇപ്പം 50 ലക്ഷം രൂപയൊക്കെ സ്റ്റക്കായ അവർ കേസ് കൊടുക്കാതെ മാർഗമില്ലല്ലോ. അങ്ങനെയുള്ളവർ കൊടുത്ത കേസുകളിൽ നിന്നുണ്ടായ വിധികളിൽ മാത്രമാണ്. ഈ ബോംബെ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലത്തെ ഒരു 10-15 കേസ് ബണ്ടിൽ ചെയ്താണ് വിധി പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഒരു ടൈപ്പ് കേസാണ്. നമ്മൾ കേരള ഹൈക്കോർട്ടും അതുപോലെ തന്നെ ഒരുപാട് പേരെ കളക്ട് ചെയ്തിട്ടാണ് ഒരു റിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇതുപോലെ ഈ പെട്ട കുറച്ച് പേര് അസോസിയേഷനൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ പിന്നെ അസോസിയേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. പക്ഷെ അത് ഉള്ളതുകൊണ്ട് പരിഹാരമായി. ഇതൊക്കെ എന്ന് വെച്ചാൽ ക്രിമിനൽ മാസ്റ്റർ മൈൻഡുകളാണ്, അല്ലാതെ ഇതൊന്നും അബദ്ധത്തിൽ സംഭവിക്കുന്നതോ ഒരബദ്ധത്തിൽ ചാടിയവൻ്റെ അടുത്ത് നിന്ന് ചെറുതായിട്ടൊരു കൈക്കൂലി വാങ്ങിക്കുന്നതോ അല്ല. വിശാലമായി പ്ലാൻ ചെയ്ത് കുഴികുത്തി അവനെ അതിനകത്ത് ഉന്തിയിട്ട് ഒരു ന്യൂ ഫോം ഓഫ് ഡിജിറ്റൽ തട്ടിപ്പ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് സംഭവം. ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും കെന്നി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു UK ഫ്രണ്ട് ഗിഫ്റ്റ് സ്കാം എന്ന് പറഞ്ഞൊരു ഒരുപാട് വീഡിയോസ് അതിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇത് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ അതിന് ബലിയാടുകളാവുന്ന ആളുകളാണ്. അതായത് പ്രത്യേകിച്ച് ഗേൾസ് ഉണ്ടല്ലോ, ഗേൾസിന്, അതായത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരുപാട് നേരം ചെലവഴിക്കുന്ന ആളുകളെ പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഒരാൾ പതുക്കെ ഒരു കാണാൻ വലിയ കൊള്ളാവുന്ന ചിലപ്പോൾ മേ ബി ഏജ്ഡ് ആയിട്ടുള്ള ഒരു സായിപ്പ് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു ഒരു റിലേഷൻഷിപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് മിക്കവാറും ഒരു ബർത്ത്ഡേക്ക് ആകുമ്പോൾ, അതായത് ഈ കക്ഷിയുടെ ബർത്ത്ഡേയുടെ ഒക്കെ ഒരു 2 മാസം മുമ്പൊക്കെ ആയിരിക്കും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണത്. അത് കഴിഞ്ഞ് ബർത്ത്ഡേ ആകുമ്പോൾ പറയുന്നു നിങ്ങൾക്കൊരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഞാൻ തരുന്നുണ്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കൃത്യം ബർത്ത്ഡേയുടെ അന്ന് ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഒരു കോൾ വരുന്നു, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ കസ്റ്റംസിൽ നിന്നാണ് വിളിക്കുന്നത്, ഡൽഹി കസ്റ്റംസിൽ നിന്നാണ് വിളിക്കുന്നത്, നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഇതിന് ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഇവർ പറയുന്നു ഓക്കെ, ഇയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി കണക്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഗിഫ്റ്റ് അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ബർത്ത്ഡേ ആണ് ഗിഫ്റ്റ് അയക്കും. നമ്മൾ നോക്കുമ്പോൾ കസ്റ്റംസിൽ നിന്ന് വിളിക്കുമ്പോൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഇത് ഞങ്ങൾ തുറന്ന് നോക്കി, ഞങ്ങൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ വരെ വർത്തുള്ള എന്തോ ഗിഫ്റ്റാണ്. അപ്പോൾ ഒരു 35,000 രൂപ നിങ്ങളിതിന് ടാക്സ് അടയ്ക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. ഓക്കെ, ഈ പാവം പിടിച്ച് പെങ്കൊച്ച് ഇതിലൊരു ജെനുവിൻ ബോണ്ടിങ് അപ്പുറത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കക്ഷി.
അപ്പോൾ അത് കാരണം തന്നെ ഓക്കെ ഈ ഒരു ഗിഫ്റ്റ് അയക്കാൻ സാധ്യതയുണ്ട്. അയക്കാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു സംശയം അവിടെ വരാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ ഒരു 35,000 രൂപ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഗൂഗിൾ പേ ആയിട്ടാണ് അയക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവരൊരു ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കുന്നു, അതിലേക്ക് 35,000 രൂപ അയക്കുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഇവർ വാട്സപ്പിൽ ഒരുപാട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നു. ഞങ്ങളിങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ, ഡിജിറ്റൽ സ്കാനാണല്ലോ, സ്കാൻ ചെയ്തപ്പോൾ എന്തോ ഞങ്ങളുടെ കണ്ണിലൊന്ന് ഉടക്കി. അപ്പോൾ ഞങ്ങളൊന്ന് പെട്ടി ഒന്ന് പൊളിച്ചു നോക്കി. അപ്പോൾ ഇതിൽ ഡയമണ്ട്സും ഭയങ്കര വില കൂടിയ വാച്ചും ഡോളറുകളൊക്കെയാണുള്ളത്. അതായത് ഒരു 2-3 കോടി രൂപയുടെ പുറത്തുള്ള ഗിഫ്റ്റാണ് നിങ്ങളുടെ ഫ്രണ്ട് അയച്ചേക്കുന്നത്. അപ്പോൾ ഇത് 35,000 രൂപയ്ക്കൊന്നും നടക്കില്ല, ഒരു 1.5 ലക്ഷം രൂപയും കൂടി അടയ്ക്കണം. അപ്പോൾ ഈ പാവം പിടിച്ച് കൊച്ച് വീണ്ടും 1.5 ലക്ഷം രൂപ അടയ്ക്കുന്നു. വരാൻ പോവാണല്ലോ. അപ്പോൾ അടയ്ക്കുന്നു. അത് കഴിഞ്ഞത് അപ്പോൾ വീണ്ടും ഇവർ പിന്നെ വീണ്ടും വിടുന്നില്ല. വീണ്ടും അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ ഹയർ അതോറിറ്റി പറഞ്ഞു, കസ്റ്റംസ് അതോറിറ്റിയുടെ കമ്മീഷണർ പറഞ്ഞു ഇത് 1.5-2 മില്യൺ നടക്കില്ല, ഒരു 2 ലക്ഷം കൂടി വേണം. ഇങ്ങനെ എന്താ ചോർന്ന് പൈസ പോയി അവസാനമൊക്കെയാണ് ചിലപ്പോൾ ചില ആളുകൾ നമ്മളെ കണക്ട് ചെയ്യുക. ഞാനിതിനെപ്പറ്റി ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ പലരും അവരുടെ ഐഡൻറ്റി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പെറ്റിക്കപ്പെട്ട ആളുകൾ ഒരിക്കലും പോയി പറയില്ലല്ലോ ഞാൻ പെറ്റിക്കപ്പെട്ടെന്ന്. അപ്പോൾ ഇവർ പറയാം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അവൾ എന്നിട്ട് ഓൾറെഡി ഒരു 2 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അപ്പം നമ്മൾ സ്ട്രൈറ്റ് അവേ നമ്മൾ പറയും ഇത് ആക്ച്വലി ഇതൊരു ഫേക്കാണ്, നിങ്ങൾ പൈസ അയച്ചു കൊടുക്കരുത്. പക്ഷെ ഇതിൽ ഞാൻ എക്സ്പീരിയൻസ് ഉള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് വിശ്വസിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പതറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ. ഇവർ വിചാരിക്കണം ഇപ്പോഴും അങ്ങനെ ഒരു ഫ്രണ്ട്. ഇവർ ഈ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുന്നത്, അല്ലാതെ ഇവർ പെറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ല നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി എന്തോരം മനസ്സിലാക്കിയാലും ഇവരിപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ്. അവസാനം നമ്മളവരെ പറഞ്ഞ് അത് മനസ്സിലാക്കി പൈസ പോയി നിങ്ങൾ വല്ല സൈബർ സെല്ലിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ്, അതായത് ഇവർ നമ്മളെ വിളിക്കുന്നത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര തരത്തിലാണ് ആളുകൾ പെറ്റിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ ബാക്ക് എൻഡിലുള്ള വേറൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു KYC എന്നൊക്കെ പറഞ്ഞു നമ്മൾ തന്നെ ബാങ്കിൽ പോയി കഴിഞ്ഞ് ഇത് എന്തുമാത്രം മെനക്കെടുന്നുണ്ട്. നമ്മളെ ഇപ്പൊ എല്ലാ വർഷവും റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ പൈസ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കല്ലേ പോയേക്കണത്, ഇതാരാണ് ഹോൾഡ് ചെയ്യുന്നത്, ഇത് എങ്ങോട്ടൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്, ഇതൊക്കെ വളരെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നഷ്ടപ്പെട്ട പൈസ ഒരു 99% കേസിൽ തിരിച്ചു കിട്ടില്ല. പോലീസ് പോലും ചെല്ലുമ്പോഴേ പറയുന്നത് നടപടിയാവില്ലെന്ന്. അതായത് ഇതൊക്കെ പലരും പറയുന്നത് ഈ അക്കൗണ്ടുകളൊക്കെ ഫേക്ക് ആണെന്ന്. അപ്പൊ എന്ത് KYC അല്ല, അത് ചുമ്മാ പറയുന്നതല്ലേ. ഫേക്ക് അക്കൗണ്ട് ഒരു അക്കൗണ്ട് ഇല്ലല്ലോ. ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന KYC കൊടുക്കണം, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റും. ഇന്നിപ്പോൾ പാനിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് എന്ത് തന്നെയായാലും ഈ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. അത് ഇവരെല്ലാം ആ സിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, അതായത് നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങി ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ എത്ര സിമ്പിളായിട്ടാണ് ആളുകൾ ലൂട്ട് ചെയ്ത് പൈസ കൊണ്ടുപോകുന്നത്. അതും ചെറിയ തുകകളല്ലല്ലോ. അതാണ് വലിയ ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റി നമ്മുടെ കൺമുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഷെയർ മാർക്കറ്റിൽ നിന്ന് പലരും ധാരാളം പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ധാരണ നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ട്രേഡിങ്ങിലേക്കൊക്കെ ഇറങ്ങുന്നുമുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി പേരും മൊബൈലിൽ പല ആപ്പുകളും ഒക്കെ വഴി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ ഒരു സംവിധാനം നമ്മുടെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തട്ടിപ്പ് പെട്ട് ധാരാളം പണം പോയ ഒരു കഥയാണ് സുബിനടുത്ത് നമ്മളോട് പറയാനുള്ളത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് സംഭവം നടക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു 10-11 മണി നേരത്തെ ഒരാൾ കയറി വരുന്നു. ഒരു എബവ് 55 ഇയേഴ്സ് ഒക്കെ ഏജ് ഉള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ഒരു 55 ലക്ഷം രൂപയോളം ഇദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിഡ്രോ ചെയ്യണം. ഇത് വിഡ്രോ ചെയ്യുമ്പോൾ ഇവർ അപ്പുറത്തെ എൻഡിലുള്ള ഈ ആപ്പിൻ്റെ ആൾക്കാർ, അതായത് ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഇവർ പറയുന്നത്
ഇതിനൊരു 10-15 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം, എന്നാലേ ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നിലുള്ളൊരു സംഭവം എന്താ, ഇത് ആക്ച്വലി അങ്ങനെ ഉള്ളതാണോ, ഇതിൻ്റെ ഒരു റിയാലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ വന്നത് എൻ്റെ അടുത്ത്. അതായത് ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, 55 ലക്ഷം രൂപകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിഡ്രോ ചെയ്യണം, ടാക്സ് അടയ്ക്കണോ എന്നുള്ളതാണ്. അതായത് 55 ലക്ഷം രൂപ ആപ്പിൽ കാണിക്കുന്നുണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് പൈസ ഉണ്ട് എന്നുള്ളതാണ് ആൾ പറയുന്നത്. അപ്പം നമുക്കിത് പെട്ടെന്ന് അങ്ങനെ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നോർമലി അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ NRI എങ്ങാനാണോ? കാരണം NRI ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ TDSൻ്റെ ഒരു എലമെൻറ്റ് വരും. അപ്പോൾ ഞാൻ NRI അല്ല, സാധാരണ റെസിഡൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു TDSൻ്റെ ഒരു എലമെൻറ്റ് വരാൻ ചാൻസ് ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാമല്ലോ. അപ്പോൾ പറഞ്ഞല്ല, ഇത് ഞാൻ വേറൊരു തരത്തിലാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഞാൻ സാധാരണ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മൾ കൈറ്റോ, അതായത് സെറോദിയോ അല്ലെങ്കിൽ ഗ്രോവോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ്, നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമാണ്, നമുക്കറിയാവുന്ന പ്ലാറ്റ്ഫോമുകൾ, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കഥ എന്ന് പറയുന്നത്, അല്ല അങ്ങനെ സാധാരണ ഒരു ട്രേഡ് അല്ല അത്. ഇദ്ദേഹം ഒരു ആദിത്യ ബിർള എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പും അങ്ങനെയൊക്കെയുള്ളൊരു കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ ഒരു ആപ്പിൽ കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, എന്താ സംഭവം, നിങ്ങൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചു. ആക്ച്വലി ഈ ഒരു പേര് തന്നെ ഫേക്കാണ് കേട്ടോ, ആദിത്യ ബിർളയായിട്ടൊന്നും യാതൊരു ബന്ധമൊന്നുമില്ല ഇതിന്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു, ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും, അതേപോലെ നിങ്ങൾക്ക് അതിനൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടിപ്സുകൾ തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇതിലേക്ക് കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് പൈസയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഇവർ പറയുന്നത്, നോക്കി കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ ഞങ്ങളൊരു ട്രയൽ നടത്തിയിട്ട് തരാം. അങ്ങനെ പറയുന്നു. ട്രേഡ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ നല്ല കാര്യമാണല്ലോ, നമ്മൾ വെറുതെ കൈ നനയാണ്ട് മീൻ പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പുള്ളി എന്താ പറയുന്നത്, ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളൊക്കെ അവിടെ പ്ലേസ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ആപ്പിൽ അക്കൗണ്ട് തുടങ്ങുന്നു, ഇവർ തന്നെ 2 ലക്ഷം രൂപ ഇടുന്നു, എന്നിട്ട് ഇവർ തന്നെ ട്രേഡ് ചെയ്യുന്നു. ഇവർ തന്നെ ട്രേഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപയായിട്ടുണ്ട്. നല്ല കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ പറയുന്നു, എന്നാൽ ഞങ്ങളുടെ പൈസ ഞങ്ങൾ തിരിച്ചെടുത്തു, അപ്പോൾ ബാക്കി 4.5 ലക്ഷം രൂപ 2 എടുത്തു, ബാക്കി 2.5 നിങ്ങളുടെ സ്വന്തം പൈസയാണ്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ അടുത്തൊരു ബിഗ് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് IPOകൾ വരുമല്ലോ. അപ്പോൾ IPOകൾ വരുമ്പോൾ നോർമലി നമുക്ക് ആകെ ഒരു 15,000 രൂപയ്ക്കാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വലിയ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 കോടി രൂപ 3 കോടി രൂപയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ IPO എന്തായാലും ചിലപ്പോൾ ഒരു ഷുവർ ബെറ്റൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ 15,000 ഇട്ടാൽ 50,000 ഒക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് കിട്ടിയേക്കണ ഒരു പങ്കിൽ നിന്ന് എന്ത് കൊടുക്കും, അതായത് ഈ റീറ്റെയിലേഴ്സിന് മാറ്റി വയ്ക്കും. പക്ഷേ നിങ്ങൾക്ക് സാധാരണ 15,000 കിട്ടുള്ളൂ, പക്ഷേ ഞങ്ങളുടെ ഷെയർ ഒരു 10 ലക്ഷം ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അപ്പം അതാണ് കഥ. അപ്പം അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങിക്കാം, അതിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതിനാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പറയുന്നത്, ഇപ്പോൾ അടുത്തിപ്പോൾ ഒരു വലിയൊരു IPO വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊരു 10 ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമ്മേ ബെറ്റ് വെച്ച് മീൻസ് അതുമ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാം. ഇദ്ദേഹം നേരെ പോയി വൈഫിൻ്റെ ഗോൾഡും പരിപാടികളൊക്കെ പണയം വെച്ച് ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ആപ്പിൻ്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആപ്പൊക്കെ ഈ വരയൊക്കെ ഇവർ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 10 ലക്ഷം രൂപയും കാൻഡിൽ സ്റ്റിക്കൊക്കെ ഇവർ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കില്ലേ തന്നെ മുകളിലേക്ക് പോകുന്നു, 10 ലക്ഷം 16 ലക്ഷം ആവുന്നു. അപ്പോൾ വളരെ രസകരം കാണാനായിട്ട്, നല്ല രസം. 10 ലക്ഷം ഇട്ടത് 16 ലക്ഷമായി. അപ്പോൾ ഇനി അടുത്തത് പറയുന്നു, അപ്പോൾ ഇദ്ദേഹത്തിന് വിഡ്രോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറയുന്നു, വിഡ്രോ ചെയ്യേണ്ട, നിങ്ങൾ ഇപ്പോൾ വിഡ്രോ ചെയ്യേണ്ട, ഇപ്പോൾ അടുത്ത വലിയൊരു ഓഫർ വരുന്നുണ്ട്, അപ്പോൾ അതിൽ വീണ്ടും പൈസ ഇടണം. അപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം രൂപയുടെ ഒരു വലിയൊരു ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ വീട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ചിട്ട് 40 ലക്ഷം രൂപ എടുത്തിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതൊക്കെ അയച്ചു കൊടുക്കുന്നത് പല അക്കൗണ്ടുകളിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സെറോദയിൽ നമ്മൾ മണി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്കല്ലേ അത് ഡയറക്റ്റ്, അല്ലെങ്കിൽ ഒരു ജെനുവിൻ ആപ്പിൽ കൂടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അയച്ചു തരും, അവരൊരു GPay അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു അക്കൗണ്ട് നമ്പർ IFSC കോഡ് അയച്ചു തരും, അതിലേക്കാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. പല അക്കൗണ്ടുകൾ അയച്ചു തരും. അങ്ങനെ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് നല്ല പ്രോഫിറ്റാണ്, 65-70 ലക്ഷം രൂപയൊക്കെ എടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് വിഡ്രോ ചെയ്യണം. അപ്പോൾ ഇനി ഗെയിം കഴിഞ്ഞു, ഇനി ഇത് വിഡ്രോ ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരു പത്തറ്റിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം ഇതൊന്നുമില്ല, എനിക്കൊരു 25 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കണം, അപ്പോൾ അതിന് എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത് ആൾ.
അപ്പോൾ ആ ഒരു മനുഷ്യൻ എൻ്റെ ക്യാബിനിലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കടന്നു വരുന്നത്. അതായത് കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ വലിയ വീട് വാങ്ങിക്കണം, മക്കളൊക്കെ ഭയങ്കരമായിട്ട് പഠിപ്പിക്കണം, ഈ ഒരു സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ മുഴുവനുള്ളത്. അപ്പം ഞാനത് നോക്കിക്കഴിഞ്ഞിട്ട് എനിക്കിത് പറഞ്ഞില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്, പറഞ്ഞാലും ബുദ്ധിമുട്ടാണെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഇത്രയും പൈസ ശരിക്കും ആവിയായിട്ട് പോവുകയാണെന്ന് ഞാനിപ്പോൾ നമ്മൾ നേർക്ക് നേരെ പറയണ എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിന് അയാളെ പറ്റിക്കപ്പെട്ടു നമ്മളെങ്ങനെ പറയാന്നുള്ളതാണ്. അതായത് ഒരു കോടീശ്വരനായിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷപ്രഭുവായിട്ട് നമ്മുടെ ഡോറ് തുറന്ന് കടന്നു വന്ന ഒരാള് ലക്ഷങ്ങളോളം പറ്റിച്ച് വീടും ഭാര്യയുടെ സ്വർണവും എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സത്യാവസ്ഥയാണ് നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോണത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ നോക്കട്ടെ. അപ്പം എനിക്ക് സംഭവം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കഥ മനസ്സിലായി, ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ചെയ്യുന്ന ആപ്പ് ഒന്ന്, മീൻസ് നിങ്ങൾ എങ്ങനെയാണ് ഈ ആപ്പ്, ഇത് ഏതാണെന്നും തരാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ ഇദ്ദേഹം ഈ മൊബൈലിൽ ആപ്പ് തന്നു. അപ്പോൾ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റുള്ള ആപ്പൊന്നും അല്ല അത്, ഇവരൊരു ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട്. അപ്പം ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് നമുക്കിങ്ങനെ ആപ്പിൻ്റെ ഒരു റേറ്റിംഗ് കാണാമല്ലോ. അപ്പോൾ ഇതൊരു 1 സ്റ്റാർ പോലും ഇല്ല, 1 സ്റ്റാറിൻ്റെ റേറ്റിംഗ്. അതിൻ്റെ താഴെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ നല്ല പച്ച തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ താഴെ. അത്രയധികം ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരു ആപ്പാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണേക്കാട്ട് മുമ്പ് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്തിട്ടൊന്ന് വായിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ 50 ലക്ഷം രൂപ പോവില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ഫൈനലി നമുക്ക് ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ, അത് നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളത്, നിങ്ങൾക്ക് പൈസ കിട്ടില്ല, കാറും വാങ്ങിക്കാം എന്നുള്ളൊരു മോഹത്തോട് കൂടിയിട്ട് വന്നുള്ള ഒരാൾ അവസാനം, അതായത് ആളൊരു അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല. അതായത് അത്രയും നിരാശനായിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്രയോ ആളുകളാണ് ഇവിടെ ഇതിനകത്തൊക്കെ ഒരു കോമൺ തീം ഞാൻ കാണുന്നത്. ഇപ്പം ഈ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നു, കംപ്ലീറ്റ് എല്ലാവരെയും കൊണ്ടും നമ്മൾ മൊബൈൽ എടുപ്പിക്കുന്നു, ആപ്പ് എടുപ്പിക്കുന്നു, KYC ചെയ്യിപ്പിക്കുന്നു, എല്ലാം ഭയങ്കര ഡിജിറ്റൽ ആക്കുന്നു, എല്ലാവരും ഗൂഗിൾ പേ വഴി ചെയ്യുന്നു. ഇത്രയും ഒരു വലിയ രാജ്യം, 150 കോടി ജനങ്ങളുണ്ട്. അതിൽ എല്ലാത്തരം വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, എല്ലാ തരം ആളുകളും ഉള്ളൊരു രാജ്യത്ത് നമ്മളൊരു ഡിജിറ്റൽ സംഭവം അടിച്ചേൽപ്പിച്ചു. പക്ഷേ അതിനു വേണ്ട ഗാർഡ് റെയിൽസോ പ്രൊട്ടക്ഷനോ ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ല. അതായത് നമ്മൾ മറ്റേ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന കാർ ഉണ്ടാക്കി, പക്ഷെ ബ്രേക്ക് ഉണ്ടാക്കിയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. എന്നിട്ട് നമ്മൾ ഈ കാറിനകത്ത് ഒരുത്തിനെ കയറ്റി അങ്ങ് വിട്ടേക്കുക, നീ ഇനി എങ്ങനെ വേണേലും നിർത്തിക്കൂ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന 50 ലക്ഷം പോയ ആളും ഈ പറയുന്ന പ്രോപ്പർ KYC ഒക്കെ ചെയ്ത് മൊബൈൽ നമ്പറും ഒക്കെ ലിങ്ക് ചെയ്ത് കംപ്ലീറ്റ് ആധാരം വരെ എഴുതി വാങ്ങിച്ച ഒരു അക്കൗണ്ട് വഴിയാണല്ലോ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടായിരിക്കും. പിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതാണ്, അതായത് ഇവർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കംപ്ലീറ്റ് നോർത്തിലാണ് ഈ അക്കൗണ്ടുകൾ ഉള്ളത്, നോർത്ത് ഇന്ത്യയിലുള്ളിലുള്ളതല്ലേ? അല്ല, അത് ഇന്ത്യയിലെ ഭാഗമല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ജാർഖണ്ഡിലാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ചമ്പൽ കാടുകളിലെ കൊള്ളക്കാരാണ്. അപ്പൊ അവർക്കുള്ളത് ഇവിടത്തെ നിയമങ്ങളല്ലേ ഇതൊക്കെ ഉള്ളത്, അവർക്കും KYC പരിപാടികളും ഇല്ലേ? ഇതാണ് അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത്. അല്ല, ഇത് അന്വേഷിക്കാൻ പോലും ഒരു താല്പര്യവും ആരും കാണിക്കില്ല. പരാതി കൊണ്ട് ചെന്നത് വാങ്ങിച്ചു വെക്കും, അത്രേ ഉള്ളൂ, പോയവന് പോയി. എനിക്ക് തോന്നുന്നു ഇതൊന്നും അങ്ങനെ നമ്മുടെ ഈ സംവിധാനത്തിനകത്ത് ഇതൊന്നും ഈ ഉള്ളിൽ നിന്നുള്ള കുറച്ച് സഹകരണവും കൂടെ ഇല്ലാതെ ഈ തട്ടിപ്പൊന്നും ഡെഫിനറ്റ് തന്നെയാണ്. അതായത് ഒരു ബാങ്ക് മാനേജറോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോ അറിയാതെ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ, ബാങ്ക് മാനേജർ മാത്രം പോരല്ലോ, നമ്മുടെ നിയമ സംവിധാനത്തിനകത്തെ കുറച്ച് ആളുകളും കൂടെ സഹകരിക്കണ്ടേ, അല്ലാതെ പറ്റില്ലല്ലോ. ഇപ്പൊ ബാങ്ക് മാനേജർ മാത്രം വിചാരിച്ചാൽ അവനെ എപ്പോൾ പൊക്കിയെന്ന് ചോദിച്ചാൽ മതി. അവന് സംരക്ഷണം കൊടുക്കാൻ ഇതിന്റെ പങ്ക് പറ്റുന്ന നിയമപാലകരും അതിന്റെ മുകളിൽ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ഉണ്ടായാലല്ലേ ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇത്രയും ലാർജ് സ്കെയിലിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത ഒരു തലമുറ മേ ബി കുറച്ചുകൂടെ അവെയർ ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അല്ലാതെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന ആളുകൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇതിലൊരു സെൽഫ് ഡിഫെൻസ് എടുക്കാനേ ഇതിലൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കോളണം. പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ പൈസ ഗവൺമെൻറ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ചതിയിൽ പെട്ട്, അപ്പുറത്തെ സൈഡിൽ KYC ഉണ്ട്, എല്ലാം ഉണ്ട്, ഏത് അക്കൗണ്ട് നമ്പറിലേക്കാണ് ആർക്കാണ് അയച്ചു കൊടുത്തേക്കണമെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം എനിക്ക് സ്ക്രീൻഷോട്ട് അടക്കെടുത്ത് കാണിച്ചു തന്നു, ഇന്ന അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ, ഇന്ന അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ. ഈ അക്കൗണ്ട് നമ്പറുകളും ആളുകളുടെ പേരുകളും ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ആർക്കാ പോയേക്കണമെന്നൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ സത്യാവസ്ഥ.